താങ്ക് യു. ഏവർക്കും നമസ്കാരം. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 51 എന്ന സാഹിത്യവേദിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട യുവ എഴുത്തുകാരി ജിൻഷ ഗംഗയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പം എത്തിച്ചേർന്നതിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തന്നെ ഈ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൽ ഇന്ന് ഞങ്ങളോടൊപ്പം സംസാരിക്കാനായിട്ട് വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ജിൻഷ. താങ്ക് യു. ഉണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ. കുഞ്ഞിന്റെ കരച്ചിലൊക്കെ മാറിയോ? മാറി. ഓക്കെ, ശരി. ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. KFL സാഹിത്യോത്സവം 51 ഈ പുതിയ അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി യുവ എഴുത്തുകാരൻ ശ്രദ്ധേയായ ജിൻഷ ഗംഗയാണ്. തളിപ്പറമ്പ് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപികയായ ജിൻഷ ഗംഗയുടെ ആദ്യ കഥാസമാഹാരമാണ് ഒഡ. 9 കഥകളാണ് ഇതിലുള്ളത്. ഓരോ കഥയ്ക്കും ഓരോ ഭൂമിക, ഓരോ ആശയം, ഓരോ തരം മുഖത്തെഴുത്ത്. പക്ഷേ എല്ലാത്തിനും ഒരേ അനുഭവ തീവ്രത. ഒരു തീച്ചാമുണ്ടി തെയ്യത്തിന്റെ ചിലമ്പ് മുഴങ്ങുന്ന ഭാഷ, വായിച്ചും എഴുതിയും പിന്നെയും എഴുതിയും കൈത്തഴക്കം വന്ന ലക്ഷണമൊത്ത കഥകളുടെ എഴുത്തുകാരിയാണ് ജിൻഷ ഗംഗ. മരണത്തിന്റെ കണക്കെടുക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്ന അഗ്രസന്ധിനി, കണ്ണൂർ ജയിലിലെ എഴുത്തുകാരുടെ ജീവിതം പ്രമേയമായ വിസലിപ്സ, സങ്കീർണമായ പ്രണയ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഉപ്പ് എന്നീ കഥകളടങ്ങുന്നതാണ് ഈ സമാഹാരം. കൂടാതെ പെൺമാല, മഞ്ഞ തുടങ്ങിയ കഥകളും ജിൻഷ ഗംഗയുടേതായിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ ചെറുകഥകൾ എഴുതാറുള്ള ഈ എഴുത്തുകാരിക്ക് OV വിജയൻ സ്മാരക പുരസ്കാരം, തകഴി സ്മാരക ചെറുകഥാ പുരസ്കാരം എന്നിങ്ങനെ നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. കഥാലോകത്ത് വേറിട്ട വായനാ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന എഴുത്തുകാരി ജിൻഷ ഗംഗയെ ഏറെ സ്നേഹാദരവോടെ KFL സാഹിത്യോത്സവം 51 ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. വീഡിയോ ഓൺ ചെയ്യണമെന്നുണ്ടോ അതോ ഓഡിയോ മാത്രം മതിയാവോ? മാമിന്റെ സൗകര്യം. ഓക്കെ. ഇവിടെ കറന്റ് ഇല്ല, നല്ല മഴയാണ്. അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം വിസിബിലിറ്റി ഉണ്ടാവും അറിയില്ല. കുഴപ്പമില്ല മാം. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് ഡേ ലെറ്റേഴ്സ് എന്നുള്ള പ്രോഗ്രാമിന്റെ 23ാമത്തെ ഒരു എപ്പിസോഡാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ BEd കോളേജുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലാണ് ഈ ഒരു ഫെസ്റ്റിവല് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയല്ലേ? ആണ് മാം. ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംസാരത്തിലേക്ക് കുറച്ചു നേരമെങ്കിലും നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരവസരം തന്നതിൽ വലിയ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മള് പണ്ട് കാലങ്ങളിലുള്ളതിനേക്കാളും ഇന്നത്തെ കാലത്ത് സാഹിത്യമാണെങ്കിലും ഒരു ആർക്കും അപ്രാപ്യമല്ല എന്നുള്ള ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തില് അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നതായിട്ടാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പലതരത്തിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഫെസ്റ്റിവലുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതുവരെ വായിച്ച് മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും മറ്റും മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വലിയ റൈറ്റേഴ്സിനെയും വളരെ അടുത്ത് നിന്ന് വായനക്കാർക്ക് കാണാൻ പറ്റുന്നു.
ഡയറക്റ്റ് ആയിട്ട് സംവദിക്കാൻ പറ്റുന്നു എന്നൊക്കെയുള്ളത് തീർത്തും വലിയൊരു വിപ്ലവം തന്നെയാണ് മലയാള സാഹിത്യത്തില്. കാരണം പണ്ട് നമ്മള് പഴയ കാലത്ത് ഇപ്പോ എല്ലാരും പറയണത് പോലെ തകഴിയും ഉറൂബും കാരൂറും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന SK പൊറ്റക്കാടും ഒക്കെ മലയാള സാഹിത്യം ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലത്ത് ആർക്കും എത്രയോ ദൂരത്ത് നിന്ന് ഒരാൾ വായിക്കുന്നു, എത്രയോ ദൂരത്ത് നിന്ന് അയാൾ എഴുതുന്നു എന്നുള്ളതിലപ്പുറം ഒരു തരത്തിലും യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും റൈറ്ററും റീഡറും തമ്മിൽ നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോ ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും കൂടിയിരിക്കാൻ പറ്റുന്നുണ്ട്. എഴുത്തുകാർക്കും വായനക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായിട്ടുള്ള ജീവിതം, അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകള് എല്ലാത്തിനെ പറ്റിയിട്ടും ഓപ്പൺ ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇടം കൊടുക്കുന്നു എന്നുള്ളത് തീർത്തും മലയാള സാഹിത്യത്തില് അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല ഇപ്പൊ ലോകത്തെമ്പാടും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു വേൾഡ് ലിറ്ററേച്ചറിൽ തന്നെ വലിയൊരു മാറ്റമാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് അതില് പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാരന് നേരിട്ട് അറിയാൻ പറ്റുന്നുണ്ട് തന്റെ വായനയെക്കുറിച്ച് എന്താണ് വായനക്കാർക്കുള്ള അഭിപ്രായം എന്നുള്ളത്. മുൻപൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ആൾക്ക് സ്വകാര്യമായിട്ട് കിട്ടുന്ന ഒരു കത്തായിരിക്കും. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാള് അറിയണമെന്നുണ്ടാവില്ല. ആ റൈറ്റർ മാത്രമാണ് അയാളുടെ റീഡർ എഴുതിയിട്ടുള്ള ആ കത്ത് വായിക്കുന്നത്. പക്ഷെ ഇപ്പോ വലിയൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നാണ് ഒരു റീഡർ ഒരു റൈറ്ററിനോട് ആളുടെ കഥയ്ക്ക് ഇന്ന കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ആളുടെ നോവലിന്, ആളുടെ കവിതയ്ക്ക് ഇന്ന കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോ സ്വയം ഒന്ന് തുറന്നു നോക്കാൻ, അല്ലെങ്കിൽ സ്വയം തന്റെ കൃതിനെ ഒന്ന് വിമർശിച്ച് നോക്കാനൊക്കെ അത് ആ എഴുത്തുകാരന് വളരെ ഉപകാരം ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകള് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഓൺലൈനായിട്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതില് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക ഫേമസ് റൈറ്റേഴ്സും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സും ഇതിൽ പങ്കെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതില് അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ അർത്ഥങ്ങളും ഉൾക്കൊണ്ട്, ലക്ഷ്യങ്ങളും ഉൾക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതില് ഇതിന്റെ എല്ലാ കോർഡിനേറ്റേഴ്സിനോടും ആദ്യം തന്നെ വലിയൊരു അഭിവാദ്യം അർപ്പിക്കട്ടെ. അപ്പോ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു പോയാൽ മതിയോ, അതോ എങ്ങനെയാണ്, ഇന്ററാക്ഷൻ ആയിട്ടാണോ? ആ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല. മാം അത് ആദ്യമേ മാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീടാണ് ഇന്ററാക്ഷൻ സെഷനിലോട്ട് നമ്മൾ കടക്കാറുള്ളത്. ഓക്കെ ശരി. അപ്പോ ഇവിടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള അധ്യാപികമാരുണ്ടായിരുന്നു. എല്ലാവർക്കും ആദ്യം തന്നെ വലിയൊരു നന്ദി അറിയിക്കട്ടെ. ഇന്ന് ഇവിടെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കഥയിലെ ആഖ്യാനം എന്നുള്ള ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് മാത്രം കഥയെഴുത്തിലോട്ട് വന്ന് കഴിഞ്ഞ 2 വർഷങ്ങൾ മാത്രമായിട്ട് അതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മലയാളം ആയിരുന്നില്ല. ഞാൻ കൊമേഴ്സിൽ PG എടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സാഹിത്യ വിമർശനമോ അല്ലെങ്കിൽ ഒരു പരന്ന സാഹിത്യ ഉള്ള ആളല്ല ഞാൻ. വായിക്കുന്നു, എഴുതുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ പറയട്ടെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു ടോക്ക് ആണെങ്കിൽ അത്രമാത്രം ഒരു വിമർശനാത്മകമായിട്ട് എൻ്റെ ടോക്ക് മാറില്ല എന്നുള്ള ഒരു ക്ഷമാപണം ഞാൻ ആദ്യമേ പറയട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, കഥയിലെ ആഖ്യാനം എന്നുള്ള ഒരു സബ്ജക്റ്റ് വരുമ്പോ എനിക്കിപ്പോ പുതുകഥകളിലെ ആഖ്യാനത്തിനെ തൊട്ടിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം അത് വളരെ വലിയൊരു വിഷയമാണ് കഥയിലെ ആഖ്യാനം എന്നുള്ളത്. നമ്മളിപ്പോ കാണുന്നുണ്ട്, ഇപ്പോഴല്ല പണ്ട് കാലം തൊട്ടേ പലതരത്തിലുള്ള കഥാ ക്യാമ്പുകള് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. സാഹിത്യ അക്കാദമി നടത്തുന്ന ക്യാമ്പുകൾ അല്ലാത്ത മറ്റു പല ഓർഗനൈസേഷൻസും നടത്തുന്ന പലതരം സാഹിത്യ ക്യാമ്പുകളുണ്ട്. ഇങ്ങനെയുള്ള സാഹിത്യ ക്യാമ്പുകൾ കൊണ്ടൊക്കെ കഥാ ക്യാമ്പുകൾ കൊണ്ടാണെങ്കിലും കഥ എങ്ങനെ എഴുതണം എന്ന് പഠിപ്പിക്കാനാവുമോ എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എങ്ങനെ എഴുതണം എന്ന് ഒരിക്കലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോ
ഞാൻ എങ്ങനെ കഥ എഴുതണം എന്നുള്ളത് മറ്റൊരാൾക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരാള് എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അത് എനിക്കൊരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് നല്ല കഥകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല പ്രോഗ്രാംസിൽ നല്ല കഥയെഴുത്തുകാർ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എങ്ങനെ എഴുതണം എന്നല്ല, എങ്ങനെ എഴുതരുതെന്ന് ഉള്ളതാണ്. അതായത് നമ്മൾ നല്ല കഥകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് കഥ എഴുതാണ്ടിരിക്കേണ്ടതെന്ന്. കാരണം നമ്മൾ ചെറുകഥയുടെ ചരിത്രം, മലയാള ചെറുകഥയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആഖ്യാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും ലളിതമായിട്ട് കഥ പറഞ്ഞു പോയിട്ടുള്ള ബഷീറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓരോ കഥ വായിക്കുമ്പോഴും വളരെ ലളിതമായിട്ട് ഏതൊരു കൊച്ചു കുഞ്ഞിനും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഓരോ കഥയും നമ്മൾ വായിച്ചിട്ടുള്ളത്. എന്നാൽ അതേ സമയം തന്നെ നമ്മൾ ഒരു ഒ വി വിജയൻ കഥ വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്തുള്ള മറ്റ് ഒ വി വിജയൻ കഥ, അതുപോലെ പട്ടത്തുവിളയുടെ ഒക്കെ കഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മൾ അതിലുള്ള ആഖ്യാനം അല്ലെങ്കിൽ അത് വായിച്ചെടുക്കാൻ വായനക്കാർ പല വിധത്തില് ബുദ്ധിമുട്ടാറുണ്ട്. കാരണം അന്ന് കഥയുടെ ആഖ്യാനം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കഥയുടെ, മലയാള കഥയുടെ ഒരു ജനനകാലത്ത് അല്ലെങ്കിൽ ഒരു മലയാള കഥകൾ ജനപ്രിയമാവുന്ന അക്കാലത്ത് മലയാള കഥയുടെ ആഖ്യാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 തരത്തിലായിരുന്നു. ഒന്ന് ലളിതമായ ഭാഷയില് ഉപമകളോ അല്ലെങ്കിൽ കടുങ്കട്ടി വാക്കുകളോ കടുങ്കട്ടി സാഹിത്യമോ ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് നേരെ അങ്ങ് കഥയിലേക്ക് കടക്കുന്ന ഒരു രീതി. നേരെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സാഹിത്യത്തിന്റെ മേമ്പൊടിയോട് കൂടിയിട്ട് നല്ലവണ്ണം ചേരുന്ന ഉപമകളോട് കൂടിയിട്ട് പലവിധ ബിംബങ്ങളോട് കൂടിയിട്ടൊക്കെ കഥ പറയുന്ന, വായനക്കാരന് 1ഓ 2ഓ വട്ടം അതില് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മാത്രം, അപ്പോ ഒരു ലൈൻ മിസ്സായി കഴിഞ്ഞാൽ ആ കഥയടക്കം മിസ്സാവുന്ന തരത്തിലുള്ള ആഖ്യാനം. അങ്ങനെ ഒരു ആഖ്യാനമായിരുന്നു പണ്ട് കാലത്തെ കഥയിൽ നമ്മൾ വായിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ അതേ കാലത്ത് തന്നെ നമ്മള് തകഴീനെയൊക്കെ വായിക്കുന്ന സമയത്ത് എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം കഥകൾ എഴുതിയിട്ടുള്ളത് എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. കാരണം തകഴി കഥകളിലെ അല്ലെങ്കിൽ തകഴി കഥകളിലെ ആഖ്യാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1ഓ 2ഓ വരിയിൽ നിന്ന് നമുക്ക് ആ കഥ മൊത്തമായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് തകഴി എന്ന് കേൾക്കുമ്പോൾ തന്നെ വെള്ളപ്പൊക്കത്തിലാണ് ഓർമ്മ വരിക. വെള്ളപ്പൊക്കത്തിന്റെ ആദ്യത്തെ വരിയിൽ പറയുന്നുണ്ട് ആ നാട്ടിലെ ദേവനെ അടക്കം മൂടുന്ന തരത്തില് വെള്ളം എന്നുള്ളത്. അതായത് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വെള്ളപ്പൊക്കത്തിൽ എന്നാണ് കഥയുടെ ടൈറ്റിൽ എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ ഒരു തുടക്കം, നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്, അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു, ഈ ഒരൊറ്റ വരിയിലാണ് വെള്ളപ്പൊക്കത്തില് തകഴി തുടങ്ങിയിട്ടുള്ളത്. അത് നാട്ടിലെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രം, അവിടുത്തെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നാട് മുഴുവനായിട്ട് വെള്ളത്തിൽ മുങ്ങി എന്നുള്ളതാണ് ആദ്യത്തെ ഒരൊറ്റ വരിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. തകഴിയുടെ എല്ലാ കഥകളിലും ഈ ഒരു പ്രത്യേകതയുണ്ട്. തകഴിയുടെ എല്ലാ ആഖ്യാനത്തിലും ഈ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ആദ്യത്തെ 1ഓ 2ഓ വരിയിൽ നിന്ന് തന്നെ നമുക്ക് ആ കഥയിലേക്ക് നേരെ അങ്ങ് കടക്കാൻ സാധിക്കും. പക്ഷെ ഈ ഒരു ആഖ്യാന ശൈലിയല്ല ഒരിക്കലും ഒ വി വിജയൻ കഥകളിൽ പുലർത്തി വന്നിട്ടുള്ളത്. ഒ വി വിജയന്റെ കഥകൾ നമ്മൾ ഒറ്റയിരുത്തത്തിന് വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊഴികെ സാധാരണ വായനക്കാർക്ക് അത് എളുപ്പമായിരിക്കില്ല. അപ്പോ അങ്ങനെ ഒരു കാലത്ത്, അതായത് ലളിതവും കഠിനവും എന്നുള്ള 2 ആഖ്യാനത്തില് കഥകൾ നിന്നിരുന്ന കാലത്താണ് പിന്നീട് വന്നിട്ടുള്ള നമ്മളിപ്പോ ഉത്തരാധുനിക കഥാകാരന്മാര് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തില് പിന്നീട് മലയാള കഥയുടെ ആഖ്യാനത്തിന് വേറെ തന്നെ ഒരു ശൈലി കൊണ്ടുവന്നിട്ടുള്ളത് സക്കറിയയാണ്. സക്കറിയയുടെ കഥകൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയും കഥ എഴുതാം, അല്ലെങ്കിൽ ഇതും കഥയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് സക്കറിയ പല കഥകളും എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മള് അതുവരെ മനുഷ്യന്മാരെ കൊണ്ട് മാത്രം കഥ പറയിപ്പിച്ചിട്ടുള്ള ഒരു കഥാലോകത്ത് നിന്ന്
ഒട്ടുമിക്ക കഥകൾ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ അത് ഒന്നുകിൽ ഒരു മനുഷ്യൻ അവന്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പേഴ്സൺ. ഇപ്പോ വെള്ളപ്പൊക്കത്തിലൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ കഥ കാണുകയാണ്. ആ തരത്തിലാണ് വെള്ളപ്പൊക്കത്തിൽ എഴുതിയിട്ടുള്ളത്. ബഷീറിന്റെ ചില കഥകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ബഷീർ കഥ പറയുന്നതായിട്ടാണ്. അങ്ങനെ മനുഷ്യൻ കഥ പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ കഥ പറയുന്നു, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കഥ പറയുന്നു എന്നുള്ള മലയാള കഥകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് മൃഗങ്ങളെയും പക്ഷികളെയും പ്രാണികളെയും ഒക്കെ കഥാപാത്രമാക്കിയിട്ട് അവരെ ബിംബങ്ങളാക്കിക്കൊണ്ടാണ് സക്കറിയ മലയാള കഥയിലേക്ക് വേറൊരു തരം മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. സക്കറിയയുടെ പല കഥകളും ആ തരത്തിലാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതായത് എനിക്കിപ്പോ എന്റെ ഓർമ്മയിലുള്ള ചില കഥകൾ പറയുകയാണെങ്കിൽ വല, അതുപോലെ വേട്ടക്കാരൻ എന്നൊക്കെ തുടങ്ങിയിട്ട് ചില കഥകളുണ്ട്. ഈ വല എന്നുള്ള കഥയില് ഏറ്റവും പ്രധാന കഥാപാത്രമായിട്ടുള്ളത് ഒരു കൊതുകാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം കൊതുകുകളാണ്. അതായത് നമ്മള് മനുഷ്യന്റെ കഥയാണെങ്കിലും മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ കഥയാണെങ്കിലും അത് മനുഷ്യനെ വെച്ചിട്ടല്ലാതെ ഒരു കൊതുകിനെ വച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഹലോ കേൾക്കാം മാം, പറഞ്ഞോ. സോറി, അത് ഇടയ്ക്കൊരു കോള് വന്നതായിരുന്നു. സാരമില്ല മാം, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ തരത്തിലാണ് മലയാള കഥയുടെ ആഖ്യാനം മാറിയിട്ടുള്ളത് എന്നാണ്. അതിനുശേഷം വന്നിട്ടുള്ള പല കഥാകാരന്മാരും കൊണ്ടുവന്നിട്ടുള്ള ഒരു പാതയിലൂടെയാണ് ഇപ്പോ ഇന്നത്തെ കാലത്ത് ഇന്ന് വരെയുള്ള മലയാള കഥ സഞ്ചരിക്കുന്നത്. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള സക്കറിയനെ പിന്തുടർന്ന് വന്നിട്ടുള്ള ഉണ്ണിയാറിന്റെ കഥകളിലേക്ക് മലയാള കഥകളില് വേറെ തന്നെ ഒരു ആഖ്യാന ശൈലി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് ഉണ്ണിയാറ്. അദ്ദേഹത്തിന്റെ പല കഥകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ലോക സാഹിത്യത്തിലെ കഥകളുണ്ട്. അതായത് ഏറ്റവും പ്ലെയിൻ ആയിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു പോകുക എന്നുള്ള തരത്തിലുള്ള കഥകള്. അത് എനിക്ക് തോന്നുന്നു നമ്മള് മലയാളത്തിലെ പല റൈറ്റേഴ്സും കഥയില് പുതുക്കം വരുത്തുക അല്ലെങ്കിൽ പുതു കഥകൾ എഴുതുക എന്നൊക്കെ ഉള്ളതില് അവര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവര് സ്വീകരിക്കുന്ന ഭാഷ, അവരുടെ സംഭാഷണങ്ങള് അല്ലെങ്കിൽ ചില ഉപമകള്, ഇതൊക്കെ വളരെ കട്ടിയുള്ള തരത്തില് കൊണ്ടുവരിക എന്നുള്ളതിലാണ്. പക്ഷെ നമ്മൾ നേരെ വേൾഡ് ക്ലാസിക് സ്റ്റോറീസിലേക്ക് നോക്കുവാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഉപമകളും ഇല്ലാതെ വളരെ പ്ലെയിൻ ആയിട്ട് കഥ പറഞ്ഞ് പോകുന്ന ശൈലി നമുക്ക് കാണാൻ സാധിക്കും. അത് ഞാനീ പറഞ്ഞതുപോലെ പണ്ട് തകഴിയൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു കഥന രീതിയാണത്. ആ ഒരു കഥന രീതി മലയാളത്തിൽ ആവിഷ്കരിച്ച് വിജയിച്ചിട്ടുള്ള ഒരാളാണ് ഉണ്ണിയാറ്. ഉണ്ണിയാറിന്റെ മിക്ക കഥകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഏറ്റവും പ്ലെയിൻ ആയിട്ട് കഥ എഴുതാം എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നീടുള്ള എല്ലാ കഥാകാരന്മാരിലും നമ്മൾ കണ്ടിട്ടുള്ളതും ആ ഒരു കഥാരീതിയാണ്. അതിൽ വളരെ ചുരുക്കം ചിലര് മാത്രമാണ് ഇപ്പോഴും സ്വീകരിക്കുന്ന ഭാഷയിലും അതുപോലെ സംഭാഷണത്തിലും കഥ നടക്കുന്ന ഇടങ്ങളിലുമൊക്കെ വ്യത്യസ്തത വരുത്തി വായനക്കാരെ ആകർഷിക്കുക എന്നുള്ള ഒരു തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ലളിതമായിട്ടുള്ള കഥാഖ്യാന രീതി തന്നെയാണ് വായനക്കാരെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇങ്ങനെ തന്ത്രപരമായിട്ടുള്ള ആഖ്യാന രീതിക്ക് ഇപ്പൊ നമുക്ക് ഒറ്റ വായനയിൽ പിടിച്ചെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ പല രീതിയിൽ മുറിച്ച് കഥകൾ എഴുതുന്ന കഥകളൊക്കെ നിരൂപക പ്രശംസ ആവോളം പിടിച്ചു പറ്റുന്നുണ്ട്. പല തരത്തിലും നിരൂപകര് ആ കഥകളെ ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ നിരൂപക പ്രശംസകളും ചർച്ചകളും ഒക്കെ നേടിയെടുക്കാൻ അങ്ങനെയുള്ള കഥകൾക്ക് പറ്റുന്നുണ്ട്. പക്ഷെ എത്രമാത്രം വായനക്കാർ അത്തരം കഥകളെ സ്വീകരിക്കുന്നു എന്നുള്ളത്
അപ്പോഴും അവിടെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുവാണ്. അപ്പൊ ഇതില് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പണ്ട് കാലത്ത് വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിട്ട് തന്നെ കൊണ്ടു നടന്ന വായനക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ നിരൂപകരും ഉണ്ടായിരുന്നു. മലയാള സാഹിത്യത്തിൽ നോക്കിക്കഴിഞ്ഞാല് കഥകൾ എഴുതുന്ന ആൾക്കാരുടെ അത്ര തന്നെ ബാഹുല്യം അന്നത്തെ നിരൂപകർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ നിരൂപകരെ മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ന് കഥ എഴുതുന്ന ആൾക്കാർക്ക് വളരെ അസഹിഷ്ണുത ഉള്ളതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ആരെങ്കിലും ഒരാള് കഥയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് അതിനെ നിഷ്കരുണം തൻ്റെതായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടും മറ്റു പല വഴിയിലൂടെയും അതിനെ ഇല്ലാണ്ടാക്കി എൻ്റെ കഥ മികച്ചത് തന്നെയാണ് എന്ന് ഉള്ള രീതിയിൽ സമർത്ഥിക്കുന്ന തരത്തിലുള്ള അസഹിഷ്ണുത ഇന്നത്തെ പല എഴുത്തുകാർക്കും ഉണ്ട്. അപ്പോ അതിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ വായനക്കാര് അവർക്ക് വിനോദത്തിന് മറ്റ് പല വഴികളുണ്ട്. എല്ലാ ദിവസവും വേണമെങ്കിൽ സിനിമ കാണാനുള്ള അവസരമുണ്ട്. മറ്റു പല വെബ് സീരീസുകളും മറ്റു പല തരത്തിലും എന്റർടൈൻമെന്റിന് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാനുള്ള ഓപ്ഷൻസ് ഇന്നത്തെ ആൾക്കാരുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് ഇന്നും വായന തുടങ്ങുന്നവർ, അല്ലെങ്കിൽ ഇപ്പോ പുതിയ ജനറേഷൻ കുട്ടികൾ വായനയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിനെ രണ്ട് തരത്തിൽ വിമർശിക്കുന്നവരുണ്ട്, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇങ്ങനെയൊക്കെ വായന തുടങ്ങുന്നവര് എത്രമാത്രം കടുംകട്ടിയായിട്ടുള്ള വായനയ്ക്ക് ഇരുന്ന് കൊടുക്കും, അല്ലെങ്കിൽ ആ കഥയുടെ ആഖ്യാനത്തിനെ പറ്റിയിട്ടും കഥയിലെ ഭാഷയെ പറ്റിയിട്ടും ഉപമകളെ പറ്റിയിട്ടും ഒക്കെ എത്രമാത്രം വിമർശനപരമായിട്ടൊക്കെ ചിന്തിക്കാനുള്ള സമയം എടുക്കും എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ലളിതമായിട്ടുള്ള ആഖ്യാനം തന്നെയാണ് കഥകൾക്ക്. നോവലുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. കഥകള് എപ്പോഴും മലയാളത്തില് ഏറ്റവും മികച്ച ഒരു 10 കഥകൾ എന്ന് നമ്മള് ഏറ്റവും മികച്ചൊരു വായനക്കാരോട് അല്ലെങ്കിൽ ഒരു കൂട്ടം വായനക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്ന ഒരു 10 കഥകള് ഒരു പക്ഷെ ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയില് ഏറ്റവും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ആഖ്യാനത്തില് എഴുതിയിട്ടുള്ള കഥകളായിരിക്കാം. ഒരു പക്ഷെ അത് അവനവൻ കഥ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും കഥയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാള് കഥ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു കഥയായിരിക്കാം. ഇപ്പോ എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച 10 കഥകളിൽ വരേണ്ടുന്ന ഒരു കഥ തന്നെയാണ് മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്നുള്ള കഥ. എത്ര ലളിതമായിട്ടാണ് ആ ഒരു കഥ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കത് വായിക്കുന്നവർക്ക് മനസ്സിലാവും. ആവശ്യമില്ലാത്ത ഒരു ഉപമയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വിഷമമുള്ള ഒരു ഭാഷയോ കടും കട്ടിയായിട്ടുള്ള ഒരു സാഹിത്യ പ്രയോഗമോ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ ചുരുങ്ങിയ വാക്കുകളില് കാച്ചി കുറുക്കിയ തരത്തില് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് നെയ്പായസം. അത്തരത്തില് മലയാളത്തിലെ ഏറ്റവും മികച്ച 10 കഥകൾ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ലിസ്റ്റില് തീർച്ചയായിട്ടും ഒന്നുകിൽ ഏറ്റവും മുന്നിലുണ്ടാവുക അല്ലെങ്കിൽ ആ 10ലും ഉണ്ടാവുന്നത് ഏറ്റവും ലളിതമായിട്ടുള്ള തരത്തില് പറഞ്ഞു പോയിട്ടുള്ള കഥകൾ തന്നെയായിരിക്കും. അപ്പോ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുറച്ച് എഴുത്തുകാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇപ്പോഴുള്ള കുറച്ച് എഴുത്തുകൾ, പുതിയ പുതിയ എഴുത്തുകൾ, ആനുകാലികങ്ങളിൽ വരുന്ന എഴുത്തുകൾ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, പ്ലെയിൻ ആയിട്ടുള്ള ഭാഷയിൽ തന്നെ കഥ പറയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ആൾക്കാര് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒരു 2-3 വർഷം മുൻപ് വരെ എന്തൊക്കെ തരത്തിൽ മാറ്റം വരുത്താം എന്ന് ആലോചിച്ചിട്ടുള്ളവര് വ്യത്യസ്തമായിട്ടുള്ള ശൈലി സ്വീകരിച്ചിട്ടുള്ളവരിപ്പോ വളരെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ഘടന സ്വീകരിച്ചിട്ടുള്ള എഴുത്തുകാരൊക്കെ അവരുടെ ചില കഥകളിലേക്ക് വരുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ലളിതമായിട്ട് ആർക്കും ഒറ്റയിരുപ്പിന് വായിച്ചെടുക്കാവുന്ന തരത്തില് കഥകള് പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതില് ഇപ്പൊ എനിക്കൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത്, ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ യുവ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുള്ള മീശക്കള്ളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാസമാഹാരമുണ്ട്. എൻ്റെ സുഹൃത്തു കൂടിയാണ് ശ്യാം കൃഷ്ണൻ, ഡോക്ടറാണ്. അപ്പോ ശ്യാം കൃഷ്ണന്റെ ആദ്യത്തെ EC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കഥാസമാഹാരമാണ്. അതിലെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്
ഒരു പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വായിച്ചിട്ടുള്ളതായിരിക്കാം. മഹേഷിന്റെ പ്രതികാരം എന്നൊക്കെ പറഞ്ഞിട്ട് മാതൃഭൂമിയിലൊക്കെ വന്ന വളരെയധികം വായനക്കാരെ കിട്ടിയിട്ടുള്ള ഒരു കഥയൊക്കെ പെടുന്ന ഒരു സമാഹാരമാണത്. അതിൽ പല കഥകളും വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന അർത്ഥത്തിലാണ് ആ കഥകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇത്തരം കഥകൾ തന്നെയാണ് ഇപ്പോഴും ദ ബെസ്റ്റ് എന്നുള്ള തരത്തില് വായനക്കാരും അതിനെ ജഡ്ജ് ചെയ്യുന്നവരും ഏറ്റെടുക്കുന്നത്. പക്ഷെ അത് ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കൂട്ടം കഥയെഴുത്തുകാര് മലയാളത്തിൽ ഉണ്ട് എന്നുള്ളത് വേറൊരു സത്യമാണ്. കാരണം ഒരേ സമയത്ത് ഇങ്ങനെ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന കഥകൾ വരുന്ന അതേ നേരം തന്നെ നമുക്ക് വായനയിലേക്ക് കടക്കാൻ കുറച്ച് പ്രയാസമുള്ള തരത്തിൽ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരും ഇപ്പോഴും ഉണ്ട്. അതിനൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കാരണം അത് പണ്ട് കാലം തൊട്ടേ അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് തുടക്കത്തിൽ തൊട്ടേ പറഞ്ഞിട്ടുള്ള ആ 2 കാറ്റഗറി, കഠിനം, ലളിതം എന്നുള്ള ആ 2 കാറ്റഗറി ഇപ്പോഴും അതുപോലെ തന്നെ മലയാള കഥ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആഖ്യാനത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടുന്ന ഒരു കാര്യം. 2 തരത്തിലുള്ള വായനക്കാരും ഉണ്ട്. ഈ കഠിനമായിട്ടുള്ള രീതി മാത്രം ദഹിക്കുന്ന വായനക്കാരുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അത്തരം കഥകൾ മലയാളത്തിലേക്ക് വരിക തന്നെ വേണം. ഞാൻ ഇവിടെ ലളിതമായിട്ടുള്ള കഥകൾ സ്വീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് കുറച്ചധികം സ്വീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ 100% വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിലും നിരീക്ഷണത്തിലും നിന്നിട്ടാണ്. ഇപ്പോ കഥയുടെ ആഖ്യാനത്തില് ഏറ്റവും ആദ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുവച്ചിട്ടുള്ള ഒരു പോയിന്റ് ഇത് തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഭാഷയാണ്. അതായത് നമ്മള് ഇപ്പോഴത്തെ കഥകൾ വായിച്ചു തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പൊ എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോ വടക്കൻ കേരളത്തിൽ നിന്ന്, കണ്ണൂര് കാസർഗോഡ് ഭാഗത്ത് നിന്ന് കുറേ അധികം എഴുത്തുകാര് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള ഒരു കാലമാണിത്. ഇപ്പോ കാസർഗോഡ് ഭാഗത്ത് നിന്നാണെങ്കിൽ PV ഷാജികുമാർ, KN പ്രശാന്ത് തുടങ്ങിയിട്ട് പലതരം എഴുത്തുകാരും, കണ്ണൂരാണെങ്കിൽ പണ്ട് തൊട്ട് N പ്രഭാകരൻ മാഷും T പത്മനാഭനും ഒക്കെ ഉള്ള കാലം തൊട്ട് അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പല എഴുത്തുകാരും മലയാള കഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇതേ വരവ് തന്നെയാണ് തിരുവനന്തപുരം സൈഡിൽ നിന്ന്, തെക്ക് ഭാഗത്തു നിന്നും കഥയിലേക്ക് ഇപ്പോ വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമൽ പിരപ്പൻകോട് ഉണ്ട്, V ഷിനിലാൽ ഉണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ എല്ലാ അറ്റത്തു നിന്നും, ഒരു പക്ഷെ ഭാഷയുടെ നമ്മൾ സംസാരിക്കുന്ന സ്ലാങ്ങിന്റെ കാര്യത്തിലാണ് കേരളം അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ എപ്പോഴും വടക്ക് തെക്ക് എന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ വടക്കന്മാരുടെ ഭാഷ ആർക്കും മനസ്സിലാവില്ല എന്നും, അതുപോലെ തെക്കന്മാരുടെ തിരുവനന്തപുരത്തിന്റെ തനി ഭാഷ ആർക്കും മനസ്സിലാവില്ല എന്നും ഉള്ള ഒരു ബുദ്ധിമുട്ടിന്റെ ഇടയിലായിരുന്നു കുറെ കാലം മലയാള കഥ കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നത്. അതായത് മലയാള കഥയിൽ ഒരു സംസാര ഭാഷയും ഒരു സംഭാഷണവും വടക്കോട്ടോ തെക്കോട്ടോ പോകാതെ ആ ഒരു ഏരിയയില് ഒരു അച്ചടി ഭാഷ സംസാരിക്കുന്ന ഒരു ഏരിയക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാലത്ത് നിന്ന് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് മലയാള കഥയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ സംഭാഷണത്തിന്റെ കാര്യത്തില്. അതായത് ഇപ്പോൾ ഉള്ള ഭാഷ അല്ലെങ്കിൽ കഥാ സംഭാഷണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഏത് നാട്ടിലാണോ കഥ നടക്കുന്നത് ആ നാടിൻ്റെതായിട്ടുള്ള സംഭാഷണം, ആ നാടിൻ്റെതായിട്ടുള്ള ഭാഷ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് നടക്കുന്ന ഒരു കഥയാണെങ്കിൽ 100% കാസർഗോഡൻ ഭാഷ, കാസർഗോഡൻ വാക്കുകൾ ഉപയോഗിക്കുന്നു. കണ്ണൂരാണെങ്കിൽ കണ്ണൂരിലെ വാക്കുകൾ ഉപയോഗിക്കുന്നു. തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നു. പാലക്കാട് നിന്നുള്ള കഥയാണെങ്കിൽ പാലക്കാടൻ ഭാഷ ഉപയോഗിക്കുന്നു. ഈ തരത്തില് മലയാള കഥയുടെ ഭാഷ അപ്പാടെ മാറിയിട്ടുണ്ട്. എല്ലാ കഥകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അത് കഥയെക്കാളും ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത് നോവലിലേക്കായിരുന്നു. ഇപ്പൊ മലയാളത്തില് ഇന്നിപ്പൊ ഞാൻ രാവിലെ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു, കല്യാണിയുടെയും ദാക്ഷായണിയുടെയും കഥ എന്നുള്ള രാജശ്രീ ടീച്ചറിന്റെ നോവലിന്റെ 25ാമത്തെ പതിപ്പ്
ആഘോഷമാക്കിയിട്ടുള്ള ഒരു പരസ്യം രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോവൽ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ വായനക്കാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വിമർശനം, ഇതിലെ ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, ഇതെന്ത് ഭാഷയാണ് എന്നുള്ളതായിരുന്നു. അത് കഥേനേക്കാളും നോവലിലേക്കാണ് ഏറ്റവും ആദ്യം ഈ ഒരു ഭാഷാമാറ്റം കയറി വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഇത് മലയാള കഥകളിലേക്ക് ഈ ഭാഷ കയറി വന്നിട്ടുള്ളത്. ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ കുറേ അധികം കഥകളുണ്ട്. ഇപ്പോ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഒരു 2 വർഷം മുന്നേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കഥയായിരുന്നു കാസർഗോഡുള്ള മൃദുൽ VM എഴുതിയിട്ടുള്ള കുളെ എന്നുള്ള ഒരു ചെറുകഥ. ആ ഒരു ചെറുകഥയിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് എല്ലാം തന്നെ വടക്കൻ ഭാഷയായിരുന്നു. സംഭാഷണമാണെങ്കിലും വാക്കുകളാണെങ്കിലും കഥയുടെ ആദിമധ്യാന്തം സ്വീകരിച്ചിട്ടുള്ളത് വടക്കൻ സ്ലാങ് തന്നെയായിരുന്നു. എന്നിട്ടും ആ കഥ ഏറ്റവും അധികം സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഭാഷ ഇന്ന് കഥയില് ഒരു പ്രശ്നമേ അല്ല എന്നുള്ള തരത്തില്, അല്ലെങ്കിൽ ഭാഷ ഇന്ന് കഥയുടെ സ്വഭാവം വായന നിർണയിക്കുന്നു എന്നുള്ള അർത്ഥത്തില് മലയാള കഥയിലെ ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വേണ്ടുന്ന ഒരു മാറ്റാണത്. അതായത് ഇപ്പൊ ഞങ്ങള് പല ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ പോകുമ്പോഴും കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഒരു സെഷനെങ്കിലും ഈ ഒരു ടോപ്പിക്കില് കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ വടക്ക് നിന്നുള്ള ഒരു എഴുത്തുകാരി എന്നുള്ള തരത്തിലായിരിക്കണം ഒരു പക്ഷെ കുറെ അധികം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ടോപ്പിക് ഈ ഒരു വിഷയമായിരുന്നു, കഥയിലെ ഭാഷ എന്നുള്ള വിഷയം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം മലയാള കഥയിലെ ഭാഷ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ആ മാറ്റം തീർച്ചയായിട്ടും നല്ല മാറ്റം തന്നെയാണ്, പ്രത്യാശയുള്ള മാറ്റമാണ്. അതായത് അരികവൽക്കരിക്കപ്പെട്ടവരുടെ ഭാഷ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ ഭാഷ കഥയിലേക്ക് വരികയാണ്. അതും നല്ല ഉറച്ച കാൽവെപ്പുകളോട് കൂടിയിട്ട് അങ്ങനെ വരികയാണ്. ആർക്കും തിരസ്കരിക്കാൻ പറ്റാത്ത വിധത്തില് വരുന്നതാണ് നമ്മളിപ്പോ കാണുന്നത്. ഇത് തന്നെയാണ് ഇപ്പോ കഥ എഴുതുന്ന എല്ലാ എഴുത്തുകാരും സ്വീകരിക്കുന്നത് എന്ന് തോന്നുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ മാതൃഭൂമി വിഷുപ്പതിപ്പില് 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ള അക്കൽ ബാരി എന്നുള്ള കഥയുണ്ട്. ഇവിടെയുള്ള എത്ര പേരത് വായിച്ചു എന്ന് എനിക്കറിയില്ല, വായിച്ചവർക്ക് മനസ്സിലാവും. കണ്ണൂര്, പ്രത്യേകിച്ചൊരു തലശ്ശേരി മുസ്ലിം ഭാഷയാണ് അക്കൽ ബാരിയിൽ ഉടനീളം ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും കിട്ടിയ കഥ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാധാരണ നമ്മൾ പണ്ട് തൊട്ടേ കഥയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിച്ചിട്ടുള്ള കഥയായിരുന്നു. ഭാഷയുടെ കാര്യത്തിലായിരിക്കില്ല അങ്ങനെ സ്ഥാനം നിർണയിച്ചിട്ടുണ്ടാവുന്നത്, തീർച്ചയായും പ്രമേയവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്നത് മലയാള കഥയിലെ മാറുന്ന ഭാഷ എന്നുള്ള ഒരു കാര്യത്തിനെ ഏറ്റവും പുതുതായിട്ട് കഥ എഴുതുന്നവർ പോലും ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ വിമർശിക്കാൻ നിരൂപകർക്കും വായനക്കാർക്കും പറ്റാത്ത തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ കഥയിലെ ആഖ്യാനത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഭാഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയുണ്ട്. ഇപ്പൊ നമ്മളൊരു പുതിയ കഥ എഴുതാൻ പോവുകയാണെങ്കിൽ അച്ചടി ഭാഷയിൽ നിന്നും മാറിയിട്ട് നമ്മുടെ നമ്മുടേതായിട്ടുള്ള സംസാര ഭാഷയിലേക്ക് അത് വരുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വായനാസുഖവും വേറെ തന്നെയാണ്. ഒരു സാധാരണ കഥ വായിക്കുന്നതിലപ്പുറം വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് നമുക്ക് ആ കഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമെന്നുള്ളത് ഒരു വായനക്കാരി എന്നുള്ള തരത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതില് ഈ ഭാഷേനെ പറ്റി പറയുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇതുപോലെ ഒരിക്കല് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലില് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ എഴുതിയിട്ടുള്ള കഥകളില് പ്രത്യേകിച്ച് ഒഡ എന്നുള്ള കഥാസമാഹാരത്തിലെ ടൈറ്റിൽ കഥ, ഒഡ എന്നുള്ള കഥ ട്രൂ കോപ്പിയിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ ഒഡ എന്നുള്ള കഥയില് മുഴുവനായിട്ടും ഉള്ളത് കണ്ണൂര് ഭാഷയാണ്. പല വാക്കുകളും മനസ്സിലായിട്ടില്ല എന്നുള്ള തരത്തിൽ ആ സമയത്ത് പല വായനക്കാരും ഫേസ്ബുക്ക് വഴിയും മറ്റ് ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ ആയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവർക്ക് മനസ്സിലാവാത്ത കാര്യം അവർക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നതിലപ്പുറം ഞാൻ ആ കഥയ്ക്ക് ഒരു തരത്തിലും ഒരടിക്കുറിപ്പ് അല്ലെങ്കിൽ
ഒരു പ്രത്യേക വാക്കിന് അവിടെ മാർക്ക് ചെയ്തിട്ട് കഥയുടെ ഏറ്റവും എൻഡില് ഈ വാക്കിന്റെ മീനിങ് ഇതാണ് എന്ന് എഴുതി വെച്ചിട്ടില്ല. അപ്പൊ എൻ്റെ അടുത്ത് അന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവലില് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, എനിക്ക് തോന്നുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലോ മറ്റോ ആണ്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ വാക്കിന്റെ അർത്ഥം കഥയുടെ എൻഡിലേക്ക് എഴുതാത്തത്, ഫുട് നോട്ടായിട്ട് എഴുതാത്തത് എന്നുള്ളതായിരുന്നു. അപ്പോ ഞാൻ അതിന് പറഞ്ഞിട്ടുള്ള ഉത്തരം, നമ്മള് പണ്ട് കാലത്ത് കഥകൾ വായിക്കുമ്പോഴും ചിലത് നമുക്ക് ഇങ്ങോട്ടുള്ളവർക്ക്, വടക്കൻ നാട്ടിലുള്ളവർക്കും അതുപോലെ അന്നൊന്നും ഇത്രമാത്രം എഡ്യൂക്കേറ്റഡ് അല്ലല്ലോ ആൾക്കാര്, വായനക്കാരാണെങ്കിൽ പോലും. അപ്പോ മനസ്സിലാവാത്ത പല തരത്തിലുള്ള വാക്കുകളും ഉണ്ടായിട്ടുണ്ട്. ആ കഥകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല എൻഡ് നോട്ടായിട്ടോ അല്ലെങ്കിൽ ഫുട് നോട്ടായിട്ടോ ഇങ്ങനെയുള്ള വാക്കുകളുടെ മീനിങ് വരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തിലേക്ക് വരുമ്പോ എന്തിനാണ് നമ്മുടെ ഭാഷയ്ക്ക്, പ്രത്യേകിച്ച് വടക്കൻ ഭാഷയെ പറ്റിയിട്ടാണ് അങ്ങനെയുള്ള വിമർശനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ എന്തിനാണ് നമ്മുടെ ഭാഷയെ മാത്രം ഒരു എൻഡ് നോട്ട് അല്ലെങ്കിൽ ഫുട് നോട്ട് കൊടുത്തിട്ട് പിന്നെയും കഥയ്ക്ക് അപ്പുറത്താണ് ഭാഷ എന്നുള്ള തരത്തില് സമർത്ഥിക്കുന്നത് എന്നുള്ളതായിരുന്നു ഞാനന്ന് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ അതുപോലെ മലയാള കഥയിലെ ഭാഷ മാറുന്നു, അതിന് എഴുത്തുകാരൻ യാതൊരുവിധ പ്രാധാന്യവും അല്ലെങ്കിൽ ഇത് വായനക്കാർക്ക് ഇന്നതാണ് അർത്ഥം എന്നുള്ള തരത്തില് വായനക്കാർക്ക് സ്പൂൺ ഫീഡിങ് ചെയ്യാതെ അവരവരുടേതായിട്ടുള്ള രീതിയിൽ അത് വായിച്ചെടുക്കട്ടെ എന്നുള്ള തരത്തില് 100% വായനക്കാർക്ക് വിട്ടുകൊടുത്ത് മാറി നിൽക്കുന്നു എന്നുള്ളത് പുതുകഥയുടെ ആഖ്യാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതേ വിഷയത്തിൽ തന്നെ പറയാനുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയണത് കഥയുടെ ഒരു ലെങ്ത് ആണ്, കഥയുടെ നീളമാണ്. ഏറ്റവും കൂടുതൽ ഇടക്കാലത്ത് ചർച്ച നടന്നിട്ടുള്ള ഒരു വിഷയമാണിത്. അതായത് ഇപ്പൊ നമ്മള് ചില വാരികകൾ എടുത്തു നോക്കുവാണെങ്കിൽ 2 or 3 അധ്യായമായിട്ട് കഥ കൊടുത്തിട്ടുള്ളത് കാണാം. ഇപ്പോ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഒരുപാട് കാലത്തിന് ശേഷം വായിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ കഥയാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ NS മാധവൻ എഴുതിയിട്ടുള്ള ഭീമച്ചൻ എന്ന കഥ. ഇത്രമാത്രം നമ്മുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പരിസരത്തിന് ഇത്രയും വ്യക്തമായി, ഇത്രയും ധീരതയോടെ എഴുതിയിട്ടുള്ള ഒരു ചെറുകഥ ഈ അടുത്ത കാലത്തൊന്നും വായിച്ചിട്ടില്ല. ചെറുകഥ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 3 ലക്കമായിട്ടാണ് ആ കഥ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ളത് എന്നാണ്. പക്ഷെ അതിന് കഥ എന്ന് തന്നെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. നോവൽ എന്നോ അല്ലെങ്കിൽ നോവലെറ്റ് എന്നോ പറഞ്ഞിട്ട് ഒറ്റൊരു പതിപ്പിലല്ല, അല്ലെങ്കിൽ ഒറ്റൊരു ആഴ്ചയിലെ പുസ്തകത്തിലല്ല ഈ ഭീമച്ചൻ പ്രസിദ്ധീകരിച്ചത്. അതായത് 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം എന്നായിട്ട് 3 ഭാഗങ്ങളിലാണ് ഭീമച്ചൻ എന്നുള്ള കഥ മാതൃഭൂമിയിൽ വന്നത്. അതിന് വളരെ ഏകദേശം ഒരു വർഷം ആയി കാണില്ല, അത്രയും മുൻപാണ് ആനന്ദിന്റെ താക്കോൽ എന്നുള്ള ഒരു കഥയും ഇതുപോലെ 2 ഭാഗമായിട്ട് മാതൃഭൂമിയിൽ തന്നെ വന്നിട്ടുള്ളത്. ഇതേ രീതി മറ്റു പല വാരികകളും സ്വീകരിച്ച് കാണുന്നുണ്ട്. മാധ്യമം ഉണ്ട്, മലയാളം ഉണ്ട്. ഇവരൊക്കെ ഇതേ രീതിയിൽ തന്നെ കഥകള് 2ഉം 3ഉം പാർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. മാധ്യമത്തിൽ ഈ അടുത്ത് വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പി ജിംഷാറിന്റെ ഷോഗോമാൻ ഒരു നിയോൺ സിനിമ എന്നോ മറ്റോ പേരുള്ള ഒരു കഥയുണ്ടായിരുന്നു. 3 ഭാഗമായിട്ടാണ് ആ കഥ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ളത്. പണ്ട് കാലത്താണെങ്കിൽ ഇങ്ങനൊരു ഇത്രയും നീണ്ട ഒരു കഥ നമുക്ക് വായിക്കാൻ കിട്ടുമായിരുന്നോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കഥയും ഇത്രയും നീളമുള്ളതില്ലല്ലോ. നമ്മുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു കഥയ്ക്കും, വെള്ളപ്പൊക്കത്തിനാണെങ്കിലും നെയ്പായസത്തിനാണെങ്കിലും കോലാടിനാണെങ്കിലും ബഷീറിന്റെ കഥകൾക്കാണെങ്കിലും കാരൂറിന്റെ കഥകൾക്കാണെങ്കിലും പത്മനാഭന്റെ കഥകൾക്കാണെങ്കിലും ഒന്നും ഇത്രയും നീളം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഒരു കഥാപരിസരം നോക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം, ഏറ്റവും ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം ഈ കഥയുടെ നീളം എന്നുള്ളതാണ്. ഇത് പണ്ട്, അതായത് ഒരു സാഹിത്യ നിഘണ്ടു ചെറുകഥയ്ക്ക് പണ്ട് കൊടുത്തിട്ടുള്ള
885 മറ്റോ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. അതായത് ചെറുകഥയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അതിങ്ങനെയായിരുന്നു: 10,000 വാക്കുകളിൽ കുറഞ്ഞ ദൈർഘ്യമുള്ളതും ഒരു മുഖ്യ രസത്തെ എടുത്ത് കാട്ടുന്നതും നാടകീയ ഘടകങ്ങളെ സമന്വയിപ്പിച്ചതും ഒരു പ്രത്യേക അവസ്ഥയില് ഒരു പ്രത്യേക നിമിഷത്തിൽ എത്തിപ്പെട്ട ഒരു കഥാപാത്രത്തിന്റെ ചുറ്റും മെനഞ്ഞെടുക്കപ്പെട്ടതുമായ ലഘുവായ ആഖ്യാനം. ഇതാണ് ചെറുകഥ എന്നുള്ളതായിരുന്നു. അതായത് 10,000 വാക്കുകളിൽ കുറഞ്ഞ ദൈർഘ്യമുള്ളതാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പക്ഷെ ആ ഒരു നിർവചനത്തിന് അപ്പാടെ തകർത്തെറിയുന്ന തരത്തിലാണ് ഇന്നത്തെ കഥകള് നമ്മൾ വായിക്കുന്നത്. അതായത് കഥയ്ക്ക് ഒരു പ്രത്യേകിച്ചൊരു നീളമില്ല, കഥയ്ക്ക് പ്രത്യേകിച്ചൊരു നിർവചനമില്ല. കഥ ഇത്ര പേജുകളെ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര വരികളെ പാടുള്ളൂ എന്നുള്ള ഒരു നിയമവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനെയൊക്കെ പൊളിച്ചു മാറ്റിയിട്ടാണ് ഇന്നത്തെ കഥാകൃത്തുക്കള് സഞ്ചരിക്കുന്നത്. അതിന് തുടക്കകാലത്ത് ചെറുകഥ എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പലരും, പല നിരൂപകരും പലതരത്തിലും വിമർശനങ്ങളുമായിട്ട് വന്നിട്ടുള്ളതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ കൃഷ്ണൻ നായരൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്തായിരിക്കും ഇങ്ങനെയുള്ള കഥകളെയൊക്കെ അദ്ദേഹം ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണുന്നത് എന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ഞങ്ങള് ഇന്നത്തെ കാലത്ത് കഥ എഴുതുന്ന ആൾക്കാർ എന്നുള്ള തരത്തിൽ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൗതുകത്തോടെ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യമാണത്. കാരണം ഇത്ര തരത്തിൽ അല്ലെങ്കിൽ ഇത്ര പാരഗ്രാഫിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടുള്ളൂ കഥ എന്നുള്ള ഒരു നിയമത്തിനെ പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ടാണ് ഇന്നത്തെ ചെറുകഥകൾ സഞ്ചരിക്കുന്നത്. അത് 4ഉം 5ഉം അധ്യായമായിട്ട് തുടർക്കഥകളായിട്ട് വാരികകളിൽ, പ്രമുഖ വാരികകളിൽ തന്നെ അച്ചടിച്ചു വരുന്നു. അതായത് കഥ എന്ന് പറയുന്നത് ഒറ്റ വായനയിൽ തീരുന്നതല്ല എന്നുള്ള ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് കഥാഖ്യാനത്തിന്റെ ഇപ്പോഴത്തെ കാലത്തെ ന്യൂജൻ കഥയിലെ, ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കാം, ന്യൂജൻ കഥയിലെ അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള കഥയിലെ വലിയൊരു വിപ്ലവം എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയം തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും ചെറു വാക്കുകളിൽ എഴുതിയിട്ടുള്ള കഥകളും നമ്മുടെ ആധുനിക കഥയായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുൻപ് സമകാലിക മലയാളത്തിൽ വന്നിട്ടുള്ള ഉണ്ണിയാറിന്റെ ഒരു ചെറുകഥയാണ് മലമുകളിൽ 2 പേർ. ജനുവരിയിലോ ഡിസംബറിലോ ആയിട്ടാണ് മലമുകളിൽ 2 പേര് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട്, വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ള ഒരു കഥ. ഒരു 2-3 പേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഏറ്റവും ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ള ഒരു കഥ. അപ്പോ നീണ്ട കഥകള് മാത്രം ആണ് മലയാള കഥയ്ക്ക് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഇത്രയും ചെറിയൊരു കഥയും കൊണ്ട് വന്നിട്ട് ഈ നീണ്ട കഥകളൊക്കെ അപ്പാടെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു കഥ വായിക്കപ്പെടുന്നത്. എന്നാൽ അതേ സമയം തന്നെ ഈ നീണ്ട കഥയും വായിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം. ഇപ്പൊ ഭീമച്ചന്റെ 1ാമത്തെ പതിപ്പ് കഴിഞ്ഞു, അടുത്ത ലക്കത്തിലെ വാരികയ്ക്കായിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നു, 3ാമത്തെ ലക്കത്തിലെ വാരികയ്ക്കായിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നു. അതേസമയം തന്നെ ഇപ്പൊ മലയാളത്തിൽ വന്നിട്ടുള്ള ഈ ഉണ്ണിയാർ കഥ ഒരൊറ്റ 5-10 മിനിറ്റ് കൊണ്ട്, തീർത്തും 5-10 മിനിറ്റ് കൊണ്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു കഥയായിരുന്നു അത്. 5-10 മിനിറ്റ് കൊണ്ട് വായനക്കാര് വായിച്ചു തീർക്കുന്നു. അതായത് പൂർണ്ണമായിട്ടും പണ്ട് കാലത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഒരു നിയമം, അതിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ഒരു പരിധിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിർവരമ്പോ കഥയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നത്തെ മലയാള കഥ സഞ്ചരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഥ എഴുതിക്കോളൂ. അതായത് നിങ്ങളുടെ കഥ 10-15 പേജുകൾ ഉള്ളതാണോ, ആയിക്കോട്ടെ, അത് കഥയാണല്ലോ. അത് കഥയായിട്ട് എഴുതാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് എത്ര പേജുകൾ വേണമെങ്കിലും, 10-15 പേജുകൾ വേണമെങ്കിലും ആ കഥ പൊയ്ക്കോട്ടെ, ഞങ്ങളത് കഥയായിട്ട് തന്നെ ഏറ്റെടുക്കും എന്നാണ് ഇന്നത്തെ വായനക്കാര് പറയുന്ന കാര്യം. അല്ലാതെ 2-3 പേജുകളിൽ മാത്രം ഒതുങ്ങി നിർത്തുന്ന ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് കഥയായിട്ട് എഴുതരുത് എന്ന് ആരും പറയുന്നില്ല. നമുക്ക് നമ്മുടെ കഥ എത്ര പേജുകളിൽ എഴുതുമ്പോഴാണ് തൃപ്തി വരുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം നീട്ടി എഴുതുമ്പോഴാണ് നമുക്ക് തൃപ്തി വരുന്നത്, ആ തൃപ്തി വരുന്നിടത്തോളം നമുക്ക് എഴുതാനുള്ള ഒരു അവസരം ഇന്നത്തെ കാലത്തുണ്ട്.
പണ്ട് കാലത്ത് ഒരുപക്ഷെ അത് എത്ര കണ്ട് എഴുത്തുകാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ എഴുത്തുകാർക്കുള്ള ഏറ്റവും വലിയ പ്രിവിലേജ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അവസരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അവർക്ക് എത്ര അവരുടെ കഥയെ നീട്ടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുവോ, ഇപ്പൊ ചിലർക്ക് കുറേ അധികം നീട്ടി എഴുതി കഴിഞ്ഞാൽ മാത്രമേ ആ കഥയിൽ തൃപ്തി വരുള്ളൂ. അപ്പോ അത്രയും തൃപ്തി വന്നാലും അതൊരു വാരിക സ്വീകരിക്കുമോ, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവോ, വായനക്കാർ അത് കഥയായിട്ട് ഏറ്റെടുക്കോ എന്നുള്ള ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇന്നത്തെ എഴുത്തുകാര് നിൽക്കുന്നില്ല. കാരണം കഥ ആ തരത്തിൽ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കഥയുടെ ലെങ്ത് ആ ഒരു തരത്തില് മാറിയിട്ടുണ്ട്. അപ്പോ കഥാഖ്യാനത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വഴിത്തിരിവ് തന്നെയാണ് ഈ കഥയുടെ നീളം എന്നുള്ളത്. ഇനി നിങ്ങളിപ്പോ എന്തൊക്കെയാണ് ഇതിലേക്ക് പറയണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മലയാള കഥാഖ്യാനം എന്നുള്ള ഒരു ടോപ്പിക്ക് വരുമ്പോ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കഥയുടെ ലളിതമായിട്ടുള്ള ആഖ്യാനം എന്നുള്ളതും, രണ്ടാമത് കഥയിൽ സ്വീകരിക്കുന്ന ഭാഷ എന്നുള്ളതും, മൂന്നാമത് കഥയുടെ നീളം എന്നുള്ളതും. ഇതില് നാലാമതായിട്ട് ഞാൻ പറയാൻ കരുതിയിട്ടുള്ള ഒരു കാര്യം വിഷ്വലൈസേഷൻ എന്നുള്ളതാണ്. അതായത് ഇന്ന് നമ്മൾ കുറേ ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും രസകരമായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം, മലയാളത്തിലെ പല കഥയെഴുത്തുകാരും മികച്ച തിരക്കഥാകൃത്തുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് പണ്ടുണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, സക്കറിയയുടെ കഥയിൽ നിന്നാണ് വിധേയൻ എന്നുള്ള സിനിമ ഉണ്ടായിട്ടുള്ളത്. അതിനു മുൻപ് MT കഥകള്, ഒരു ചെറുപുഞ്ചിരി പോലുള്ള കഥകള് സിനിമയായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ ഇന്ന് വരുമ്പോ കഥ എഴുതുന്നവർ തന്നെ തിരക്കഥകൾ എഴുതുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അതിപ്പോ S ഹരീഷ് ആണെങ്കിലും, ഏറ്റവും പുതിയ തലമുറയിലേക്ക് വരുമ്പോ ഉണ്ണിയാറിൽ നിന്ന് തുടങ്ങിയിട്ട്, ഉണ്ണിയാറാണെങ്കിലും S ഹരീഷ് ആണെങ്കിലും ബിനോയ് തോമസ് ആണെങ്കിലും, ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള സുനു AV, പ്രണയവിലാസം എന്നുള്ള സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്നു. സുനു AV ഒക്കെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വായനക്കാർ വായിച്ചിട്ടുള്ള കഥകളുടെ എഴുത്തുകാരാണ്. അപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊക്കെ, ഇപ്പൊ എനിക്ക് ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ കഥ എഴുതുന്ന ഒട്ടുമിക്ക സുഹൃത്തുക്കളുടെയും ഏറ്റവും വലിയ വിഷൻ എന്താണെന്നുള്ളത് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതായത് 4-5 കഥകൾ എഴുതി കഴിഞ്ഞാൽ പിന്നീട് അവർ ശ്രമിക്കുന്നത് ഒരു തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അതില് ഫിനാൻഷ്യലി കിട്ടുന്ന ഒരു ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടാവണം. നമ്മൾക്കൊരിക്കലും മലയാളത്തിലെ കഥ എഴുതിയിട്ടൊന്നും കോടീശ്വരന്മാരാവാൻ പറ്റില്ല. അപ്പോ കഥ എഴുതുക എന്നുള്ളതിനേക്കാളും സിനിമയിൽ നിന്നും കിട്ടുന്ന ഒരു വരുമാനം കൂടി അവര് പ്രതീക്ഷിക്കുന്നുണ്ടാവണം. അപ്പോ ആ ഒരു രീതിയില് കഥ എഴുതുന്നവര് തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ടും കഥ എഴുതുമ്പോൾ കഥയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ നമ്മൾ കാണുന്ന വിഷ്വൽസ് അതുപോലെ കഥയിലേക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് മലയാള കഥ ഒരു സിനിമ ചിത്രീകരണം പോലെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നു. പല വിഷ്വൽസും നമുക്ക് നേരിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പണ്ട് കാലത്ത് നമുക്കൊരു കഥയായിട്ട് മാത്രമേ വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ പല കഥകളും. അതില് ഒരു പ്രത്യേകിച്ച് ഒരു സീനോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ആയിരുന്നില്ല. വിഷ്വലിനേക്കാളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത് സംഭാഷണങ്ങൾ തന്നെയായിരുന്നു, അതിലെ വാക്കുകൾ തന്നെയായിരുന്നു. ഇപ്പോ നെയ്പായസത്തിലാണെങ്കിൽ ആ പായസം തണുത്തുപോയി എന്നുള്ള ഒരു സംഭാഷണം, അതുപോലെ പല കഥകളും, ബഷീറിന്റെ കഥകളിലാണെങ്കിലും തകഴിയുടെ കഥകളിലാണെങ്കിലും ഒക്കെ നമ്മളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നത് സംഭാഷണങ്ങൾ തന്നെയായിരുന്നു, വായിക്കുന്നവരുടെ, വായനക്കാരുടെ മനസ്സിൽ. പക്ഷെ ഇന്നത്തെ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ പല വിഷ്വൽസും നമുക്ക് മനസ്സിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. സംഭാഷണത്തിനേക്കാളും ആ കഥയിലൊരു പ്രത്യേകതരം കാഴ്ച, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം വിഷ്വലാണ് നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കയറുന്നത്. അത് മലയാള കഥയില് വിഷ്വലൈസേഷന്
അത്രമാത്രം സ്ഥാനം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. മലയാള കഥ മാറിയിട്ട് അതിലേക്ക് പലതരത്തിലുള്ള വിഷ്വലൈസേഷൻ, ഈ പറയുന്നത് പോലെ സിനിമാമോഹികളായിട്ടുള്ള എഴുത്തുകാർ എഴുതുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചു പോകുന്ന, അത് മനഃപൂർവ്വം വരുന്ന, അല്ലെങ്കിൽ ഇന്ന തരത്തിലൊരു ആഖ്യാനം വേണമെന്ന് അവർ തന്ത്രപരമായിട്ട് ചിന്തിക്കുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ള എഴുത്തുകാരുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള അടുപ്പുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം അവര് സിനിമ കാണുന്നു, കഥ എഴുതുന്നു. പണ്ടത്തെ എഴുത്തുകാരെ പോലെ വായിക്കുക മാത്രല്ല ചെയ്യുന്നത്, അവരെ എല്ലാ വർഷവും IFFK പങ്കെടുക്കുന്നു, എല്ലാ ലോകോത്തര സിനിമകളും കാണുന്നു. അപ്പോ അവരുടെ മനസ്സില് വായിച്ചു കിട്ടിയ ആ സെയിം കണ്ടന്റ് പോലെ തന്നെ കണ്ടു കിട്ടുന്ന കുറെ അധികം വിഷ്വൽ കണ്ടന്റ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ കഥ എഴുതുന്ന സമയത്ത് അവര് വിഷ്വല് അല്ലെങ്കിൽ പലതരം ചിത്രങ്ങള് കഥയിലേക്ക് അവര് വരുത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. അത് ഇപ്പോഴുള്ള സമകാലികമായിട്ടുള്ള കഥകള് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എത്രമാത്രം പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് അതിനെ തോന്നുന്നത്. അപ്പോ വിഷ്വലൈസേഷൻ കഴിഞ്ഞാല് പിന്നെ ഇതില് അഞ്ചാമത്തെ ഒരു പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കഥയെ മാക്സിമം ചുരുക്കി പറയുന്ന തരത്തിലുള്ള ഒരു ആഖ്യാനം സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മള് ഏറ്റവും മികച്ച വായനക്കാർ, ഏറ്റവും മികച്ച നിരൂപകരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആവശ്യമില്ലാത്തതൊന്നും കഥയിൽ പാടില്ല എന്നുള്ളത്. അതായത് ഒരു കഥയ്ക്ക് എന്തൊക്കെയാണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മളൊരു കഥ എഴുതി വരുമ്പോൾ, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി കഥ എഴുതി വരുമ്പോൾ ഒരു പക്ഷെ നമുക്കതില് ഏറ്റവും എഴുതുന്നവർക്ക് ശരിക്കും മനസ്സിലാവും നമുക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വാക്കോ ഒരു വാചകമോ ഉണ്ടാവും. പക്ഷെ ആ കഥ പൂർണ്ണമായിട്ടും എഴുതി കഴിഞ്ഞ് ഒന്നും കൂടെ വായിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷെ ആ വാക്ക് അല്ലെങ്കിൽ ആ വാചകം ആ കഥയ്ക്ക് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ, എത്ര ഇഷ്ടപ്പെട്ട വാചകമാണെങ്കിലും ഒരു പക്ഷെ നമുക്ക് ഇത്തിരി വിഷമത്തോട് കൂടിയിട്ട് അത് അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രമേ കഥയാകൂ എന്നുള്ള രീതിയിൽ പണ്ട് കാലത്തുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മാക്സിമം ഡീറ്റെയിലിംഗ് എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറയുക അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രം പറയുക എന്നുള്ളതിനെ കവിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് കഥ പറയുക എന്നുള്ള തരത്തിലേക്ക് മലയാള കഥ വന്നിട്ടുണ്ട്. വായിക്കുന്നവർക്ക് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട്, അത്രയും വിവരണാത്മകമായിട്ട് കഥയെ കൊടുക്കുക എന്നുള്ള ഒരു നയം. ഹലോ, കേൾക്കാവോ? കേൾക്കാമോ? അപ്പോ അങ്ങനെ ലേക്ക് കഥ മാറിയിട്ടുണ്ട്. അതായത് ആയിരിക്കരുത് കഥ എന്നുള്ള ഒരു നിയമം തികച്ചും ഇപ്പോഴത്തെ ഒരു ആഖ്യാനത്തിൽ നമ്മൾ കാണാറില്ല. കഥയ്ക്ക് ആവശ്യമല്ലെങ്കിൽ കൂടിയും ചില ഭാഗങ്ങള് ഏറ്റവും അധികം വിവരിച്ചിട്ട് തന്നെ കഥ എഴുതുന്ന ഒരു ശൈലിയാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ ഇതിനെ നമ്മള് എത്രമാത്രം ശരിയാണെന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. വിഭവങ്ങള് വാരി വലിച്ചിട്ടുള്ള സദ്യകള് കുറെ കാലം നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മടുക്കുമല്ലോ എന്നുള്ളത്. അതൊരു സത്യമാണ്. ഏറ്റവും അധികം വിവരണാത്മകമായിട്ടുള്ള ഒരു കഥകള് തന്നെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വായനക്കാർക്ക് ഒരു മടുപ്പ് വരും. പക്ഷെ വല്ലപ്പോഴും ഒരിക്കൽ ഒരു ഹോട്ടൽ ഊണ് കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരാത്തത് മാതിരി വല്ലപ്പോഴും ഒരിക്കല് അങ്ങനെ ഒരു കഥ വായിക്കുമ്പോൾ അതിനെ ഒരു കുറവായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു കുറ്റമായിട്ട് വായനക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കഥാശൈലിയിലെ, ഇപ്പോഴത്തെ ഒരു മലയാള കഥയിലെ ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ്. പിന്നെ ഇതേ ഒരു പോയിന്റ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എനിക്കുണ്ടായിരുന്നിട്ടുള്ള ധാരണകളിൽ ചിലത് മാത്രമാണ് ഞാൻ ഈ ലളിതമായിട്ടുള്ള ആഖ്യാനം എന്നുള്ളത് കൊണ്ടും
ഭാഷ കൊണ്ടും കഥയുടെ ലെങ്ത്തും അതുപോലെ ഈ പറഞ്ഞ വിവരണാത്മകതയും പിന്നെ വിഷ്വലൈസേഷനും ഒക്കെ പറഞ്ഞത്. ഇനി ഈ ആഖ്യാനം എന്നുള്ളതില് ഏറ്റവും പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം, ഇതിനെയൊക്കെ കവിച്ചിട്ട്, ഇതൊക്കെ പ്രധാനം തന്നെയാണ്, ഭാഷ പ്രധാനമാണ്, കഥയുടെ നീളം പ്രധാനമാണ്, എല്ലാം പ്രധാനമാണ്. അപ്പോ ഇതുപോലെ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു കഥയ്ക്ക് തന്നെ പല പാരഗ്രാഫുകൾ അല്ലെങ്കിൽ പല ടൈറ്റിൽസ് കാണുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു പ്രത്യേക ടൈറ്റിലിൽ തുടങ്ങിയിട്ടുള്ള ഒരു കഥ, അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷെ ആ കഥയിൽ തന്നെ 4-5 ടൈറ്റിൽസ് ഉള്ളിലോട്ട് കാണുന്നുണ്ട്. അതിനിപ്പോ ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ പല കഥകളും ഉണ്ട്. 1-2 ആയിട്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ പെട്ടെന്ന് എനിക്ക് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഷനോജാർ ചന്ദ്രന്റെ കഥകള്. ഷനോജാർ ചന്ദ്രൻ ആലപ്പുഴയിൽ നിന്നുള്ള എഴുത്തുകാരനാണ്. അപ്പോ ഷനോജാർ ചന്ദ്രന്റെ കഥകളിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ ഇന്ന തരത്തിലൊരു ആഖ്യാനം അല്ലെങ്കിൽ ഒരു ടൈറ്റില് ഒതുങ്ങുന്ന കഥയല്ലാതെ, ഇപ്പൊ അദ്ദേഹത്തിന്റെ പല കഥകൾ, ഇപ്പൊ കാലൊടിഞ്ഞ പുണ്യാളൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയാണ്. അതുപോലെ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു കഥയുണ്ടായിരുന്നു, അമ്പലപ്പുഴ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥ. അപ്പൊ ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ആ കഥയ്ക്കുള്ളിൽ തന്നെ വേറെ ഹെഡിങ്ങിലേക്ക് പോയിട്ട് ഓരോ ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് കഥ പറയുന്ന രീതി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പോ തുടക്കത്തിൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ ഒരു കഥയുടെ കൂടെ ഉദാഹരിച്ചിട്ട് പറയാം. തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ OV വിജയൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള കഥയെ പറ്റിയിട്ട്. അത് തേറ്റ എന്നുള്ള ഒരു കഥയ്ക്കായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ കഥയുടെ ഹെഡിങ് തേറ്റ എന്നാണെങ്കിലും അതിനകത്തോട്ട് പോകുമ്പോഴത്തേക്ക് 4-5 ഉപ തലക്കെട്ടുകൾ ആ കഥയ്ക്കുണ്ട്. അതായത് ആദ്യത്തെ ഒരു പാർട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ഒരു പാർട്ട് വരുമ്പോൾ വേറൊരു ഹെഡിങ് കൊടുത്തിട്ടാണ് അടുത്ത കഥ പറയുന്നത്. മൂന്നാമതൊരു ആ കഥയിൽ വേറൊരു സ്റ്റെപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു പാർട്ട് വരുമ്പോൾ ആ പാർട്ടിന് വേറെ തന്നെ ഒരു ഹെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് മലയാള കഥാഖ്യാനത്തിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം തന്നെയാണ്. ഇത് പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ TRന്റെ ഒക്കെ കഥകൾ നോക്കിക്കഴിഞ്ഞാല് അതുപോലെയുള്ള തന്ത്രങ്ങൾ കാണാൻ പറ്റും. പക്ഷെ പണ്ട് കാലത്ത് അത് അത്രയ്ക്കും അത്രമാത്രം പോപ്പുലർ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ആഖ്യാനം, ഒരു ടൈറ്റില് ഒരു കഥ എന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു പണ്ട് കാലത്ത് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കഥ ഉപകഥകളായിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മാറ്റം. അതായത് ഒരു കഥയ്ക്ക് തന്നെ ഒരു ഹെഡിങ്ങിന് കീഴെ പല ഹെഡിങ്ങുകളില് ആ കഥ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. 1, 2, 3 ഇങ്ങനെ എന്താ പറയാ, ഒരു ഹെഡിങ്ങിന് ശേഷം 1 എന്ന് കൊടുത്തിട്ട് ഒരു മിനിമം കാര്യങ്ങൾ പറയുന്നു. ശേഷം അടുത്തത് പറയുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ആ ഒരു സ്ഥലം നടക്കുന്ന കഥ നടക്കുന്ന ഒരു ഭൂമികയിൽ നിന്ന് അടുത്തൊരു ഭൂമികയിലേക്ക് പോകുമ്പോൾ അതിന് 2 എന്നൊരു ഹെഡിങ് കൊടുക്കുന്നു. ഇങ്ങനെ പല തരത്തില് മലയാള കഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലെയിൻ ആയിട്ടുള്ള തുടക്കത്തിൽ നിന്ന് മാറിയിട്ട് പലതരത്തില് പോയിന്റ്സും കാര്യങ്ങളും 1, 2, 3 എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ട് പിന്നെ കഥയിലേക്ക് കടക്കുന്നു. ഇപ്പോ എൻ്റെ കൂട്ടുകാരൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഡിന്നു ജോർജ് എന്ന് പറഞ്ഞിട്ട്. ഡിന്നുവിന്റെ ക്രാ എന്നുള്ള ഒരു കഥാസമാഹാരം DC ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. അതിലുള്ള ഒരു കഥയുണ്ട്, എനിക്ക് തോന്നുന്നു ശബ്ദങ്ങൾ എന്നുള്ള കഥയാണ്. മാധ്യമത്തില് കഴിഞ്ഞ വർഷം മാധ്യമത്തില് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ള ഒരു കഥയാണ്. അപ്പോ ഈ ഒരു കഥയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അതിന്റെ തുടക്കത്തില് ആദ്യം ഒരു കഥയിലേക്ക് കടന്ന് അതിനെ പറ്റിയിട്ടൊരു 3 പോയിന്റ്സ് പറയുന്നുണ്ട്. അത് 1, 2, 3 എന്ന് നമ്പർ ഇട്ടിട്ടാണ് പറയുന്നത്. ആ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് നമ്മളൊരു ലേഖനമൊക്കെ വായിക്കുന്ന മാതിരി ആ പോയിന്റ്സ് പറഞ്ഞ് പിന്നെയാണ് കഥയിലേക്ക് പോകുന്നത്. പണ്ടത്തെ കാലത്ത് സക്കറിയ സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അത്. പക്ഷെ സക്കറിയ ഇതുപോലെ ഒരു ഉപ ഹെഡിങ്ങുകളോ അല്ലെങ്കിൽ ഉപമാർക്കുകളോ ഒന്നും കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് തുടക്കം ഒരു ഫിലോസഫി ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ട് പിന്നീട് കഥയിലേക്ക് കടക്കുന്ന തരത്തില് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വളരെ മോഡേൺ ആയിട്ടുള്ള രീതികൾ ഇന്നത്തെ ചെറുകഥയുടെ ആഖ്യാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ കഥയുടെ ആഖ്യാനത്തില്. അതായത് കഥയ്ക്ക്
ഒരു ആഖ്യാനമേ ഇല്ല എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു മാറ്റാണത് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മള് പണ്ട് കാലത്തൊക്കെ നമ്മള് കഥ എഴുതാനിരിക്കുമ്പോ അവര് നമ്മുടെ തീർച്ചയായും നമ്മൾ വായിക്കുന്ന എഴുത്തുകാര് എഴുതിയിട്ടുള്ള തരത്തില് ഫോളോ ചെയ്യാൻ മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അപ്പൊ അവരെഴുതുന്ന പോലെ ഒരു കഥേനെ ഒറ്റൊരു കഥയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. ആഹ് ഇപ്പൊ ഒരു ദിവസത്തിൽ നടക്കുന്ന കഥേനെ പകുതിക്ക് എത്തുമ്പോൾ അത് കഥ നാളത്തേക്ക് മാറുന്നുണ്ടാവും. അപ്പൊ അത് അടുത്ത ദിവസത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു സുഖം, എഴുതാൻ ഒരു സുഖം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ആദി കൊണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഥ എഴുതാൻ അറിയില്ലേ എന്നൊക്കെ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മള് അതേ ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ അതേ ഞാൻ തന്നെ ഇപ്പൊ ഇന്നത്തെ ഒരു കാലത്തിരുന്ന് കഥ എഴുതുമ്പോ അങ്ങനെയുള്ള ഒരു സംശയങ്ങളും ഇല്ലാതെ എനിക്ക് എങ്ങനെയാണോ ആ കഥേനെ എഴുതാൻ തോന്നുന്നത് ആ രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. അത് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു മാറ്റം തന്നെയാണ്. അതായത് കഥയ്ക്കൊരു പ്രത്യേക ആഖ്യാനമില്ല, പ്രത്യേക ശൈലിയില്ല, പ്രത്യേക ഘടനയില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എങ്ങനെയാണോ ആ കഥേനെ എഴുതാൻ തോന്നുന്നത് അതിനെ വേറെ ഉപകഥകളായിട്ട് നമുക്ക് എഴുതാം. അതിനെ 1, 2, 3 പാർട്ടാക്കിയിട്ട് നമുക്ക് എഴുതാം. അതിലേക്ക് ഏതെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് എടുത്തിട്ട് ആ പോയിന്റ്സിനെ നമുക്ക് 1, 2, 3 എന്ന നമ്പർ കൊടുത്ത് ആഡ് ചെയ്യാം. ഇനി അല്ല ആ കഥ വേറെ ആൾക്കാരൊന്നുമില്ല, ഒരാളായിട്ട് സിംഗിളായിട്ട് പറഞ്ഞു പോകുന്നതല്ല, അല്ലെങ്കിൽ വേറെ വിവരണം ഒന്നും വേണ്ട. ഇപ്പോ എ ബി എന്നുള്ള 2 ആൾക്കാരെ വെച്ചിട്ടുള്ള സംഭാഷണം മാത്രമായിട്ടാണോ നമുക്ക് ആ കഥേനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്, ആ തരത്തിൽ കൊണ്ടുപോവാം. അങ്ങനെയുള്ള പല തരത്തിലും നമുക്ക് കഥ എഴുതാം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ എഴുത്തുകാർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രിവിലേജ്. ഇന്ന രീതിയിലേ കഥ എഴുതാൻ പാടുള്ളൂ എന്നുള്ള ഒരു തിരുത്തല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന് ആരും വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഏത് തരത്തിലാണോ നമ്മുടെ കഥേനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഏറ്റവും എളുപ്പത്തില് നമ്മൾ പറയില്ലേ ഏറ്റവും സുഖമായിട്ട് വിളമ്പാൻ പറ്റുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിൽ തന്നെ വിളമ്പാം എന്നുള്ള തരത്തിലാണ് ഇന്നത്തെ മലയാള കഥ സഞ്ചരിച്ച് പോകുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമാണ് പെട്ടെന്ന് മലയാള കഥയിലെ ആഖ്യാനം എന്നുള്ള ഒരു ടൈറ്റിലേക്ക് വരുമ്പോ എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് വായിച്ചും എഴുതിയും മാത്രം കിട്ടിയിട്ടുള്ള അറിവുകളെ ഇതിനെ പറ്റിയിട്ടുള്ളൂ. അതിലപ്പുറം ഒരു സാഹിത്യ വിമർശനമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തരത്തിലോ ഒന്നും ഇതിനെടുക്കരുത് എന്നും കൂടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ വളരെ അക്കാദമിക് ആയിട്ടോ ഒന്നുമുള്ള ഉത്തരങ്ങളൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും ഞാൻ സംസാരിച്ചതിൽ ഉണ്ടായിട്ടുണ്ടാവാൻ വഴിയില്ല. ഇനിയിപ്പോ ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ തീർച്ചയായിട്ടും വൈരുദ്ധ്യാഭിപ്രായങ്ങൾ ഉണ്ടാവാം. അപ്പോ അത്തരത്തില് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഇനി അത് കേൾക്കുക എന്നുള്ള തരത്തിൽ അതിൽ എനിക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ അത് പറയാമെന്നുള്ള തരത്തിലേക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. പുതിയ കഥയും ആഖ്യാനവും എന്ന വിഷയത്തിൽ സ്വന്തം കാഴ്ചപ്പാടുകളും ആശയങ്ങളും കഥാകൃത്തിനെയും കഥയെയും ഉദാഹരണമാക്കിക്കൊണ്ട് പറയുകയും അതുപോലെ കഥയിലെ ഭാഷാപ്രയോഗം, അതിൻ്റെ നീളം, ദൃശ്യാവിഷ്കാരം, അവതരണം, മാറ്റങ്ങൾ തുടങ്ങിയവ എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ ബഹുമാനപ്പെട്ട ശ്രീമതി ജിൻഷ ഗംഗ നല്ലൊരു സെഷൻ അവതരിപ്പിക്കുകയുണ്ടായി. അടുത്തതായി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആശയങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള സമയമാണ്. അതിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു.
മാം, കമന്റ് ബോക്സിൽ വന്ന ഒരു ചോദ്യമാണേ. പ്രാദേശിക ഭാഷാഭേദം അകറ്റി നിർത്തിയിരുന്ന കാലത്ത് നിന്നും ഇന്ന് സന്ദർഭം എവിടെയാണോ നടക്കുന്നത് അവിടുത്തെ ഭാഷയിൽ തന്നെ കഥ ഉപയോഗിക്കുന്നത് ഭാഷയെ ഏകീകരിക്കുന്നതിന് പകരം ഭാഷയുടെ വിശാലതയിലേക്കുള്ള മാറ്റത്തെ തുറന്നിടുന്നുണ്ട്. അപ്പോഴും ഒരു വിമർശനം ഉയർന്നു വരുന്നത് ഭാഷയുടെ ഏകീകൃത സ്വഭാവം മാറുകയാണെങ്കിൽ ഭാഷയുടെ ശാസ്ത്രീയ പഠനത്തെ തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. അതിനെ എങ്ങനെ വിലയിരുത്തുന്നുണ്ട്? ലക്ഷ്മിയാണ് മാം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതിലെ ഞാൻ പലയിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാനിവിടെ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്നുള്ളത്. അതുപോലെ എനിക്ക് ഏറ്റവും വ്യക്തിപരമായിട്ട് ഞാൻ പലയിടത്തും ഞങ്ങൾ പല സുഹൃത്തുക്കൾ കൂടിയിരിക്കുമ്പോഴും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും മലയാള ഭാഷയ്ക്ക് അങ്ങനെ ഒരു പിതാവ് ഉണ്ടോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മൾ കേൾക്കുന്ന ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള നാരായണേട്ടനോ ലക്ഷ്മിയേച്ചിയോ കുമാരേട്ടനോ ബഷീർ കെയോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അതായത് നമ്മുടെ വീട്ടിലുള്ളവര് നമ്മുടെ നാട്ടിൽ കേൾക്കാമോ? കേൾക്കാം മാം, പറഞ്ഞോ. ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ളവര് പറയുന്ന ഭാഷയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ആ ഭാഷേനെയാണ് നമ്മളുടെ ഭാഷയായിട്ട് ഏറ്റെടുക്കുന്നത്. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോ ആയിരിക്കാം. എങ്ങനെയാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാകുന്നത് എന്നുള്ളത് ശരിക്കൊരു ചോദ്യമാണ്. അതായത് അങ്ങനെയുള്ളൊരു നിർവചനം അവിടെ വരുമ്പോ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ് മലയാള ഭാഷ എന്നുള്ള തരത്തിലേക്ക് ചുരുങ്ങുക കൂടിയാണ് ചെയ്യുന്നത്. ഞാനിവിടെ തുടക്കത്തിൽ ഭാഷേനെ പറ്റി പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു ഭാഷയാണ് ഞങ്ങളുടെ കണ്ണൂര് ഭാഷ. കണ്ണൂര് കാസർഗോഡൻ ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചതിൽ ഒരിടത്ത് പോലും കണ്ണൂർ സ്ലാങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷെ എനിക്ക് ഞാൻ ശ്രമിച്ചതല്ല, അത് നാച്ചുറൽ ആയിട്ട് പൊതുവേദികളിൽ സംസാരിക്കുമ്പോൾ കണ്ണൂരിന് പുറത്ത് സംസാരിക്കുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് നാച്ചുറൽ ആയിട്ട് വന്നു പോയിട്ടുള്ള ഒരു കാര്യമാണത്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. എല്ലാ എഴുത്തുകാരും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുള്ള എല്ലാ എഴുത്തുകാരും തനി കണ്ണൂർ ഭാഷ എല്ലാ വേദികളിലും സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഭീകരമായിട്ടുള്ള റെസ്പെക്ട് എനിക്ക് അവരോട് തോന്നാറുണ്ട്. എന്റെ സംസാരം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 2 വർഷമായിട്ട് പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരോട് ഇടപഴകുന്നത് കൊണ്ടോ ഒരു പക്ഷെ ഓട്ടോമാറ്റിക്കലി ഞാൻ പൊതുവേദികളിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു ഭാഷാമാറ്റം വന്നു പോയതാണ്. പക്ഷെ എൻ്റെ നാട്ടിൽ ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണൂർ ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു ഭാഷ കടന്നു വരുന്നതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അതായത് ഒരാളുടെ ഭാഷ എന്ന് പറയുന്നത് ഇപ്പോ ഇതിനകത്ത് പല ആൾക്കാർ കോട്ടയത്തുള്ളവരുണ്ടാവാം, എറണാകുളത്തുള്ളവരുണ്ടാവാം, തൃശ്ശൂർ ഉള്ളവരുണ്ടാവാം, അങ്ങനെ പല നാട്ടിൽ നിന്നുള്ളവരുണ്ടാവാം. അപ്പം നമുക്ക് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി കൂടിയാണ്. കണ്ണൂർ ഭാഷ ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ എൻ്റെ ഒരു ഐഡന്റിറ്റി കൂടിയാണ് ഉണ്ടാവുന്നത്. ഞാൻ കണ്ണൂരുകാരിയാണ് എന്നുള്ളത് എൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നഷ്ടപ്പെടുമ്പോൾ എൻ്റെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗം കൂടിയാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ അതിലെനിക്ക് വളരെയധികം വിഷമവും ഉണ്ടാവാറുണ്ട്. ഈ സെയിം കാര്യം തന്നെ കണ്ണൂരിൽ പല സ്ഥലത്തും സംസാരിക്കാൻ പോകുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവാറുണ്ട്. എനിക്ക് എന്തുകൊണ്ട് കണ്ണൂർ ഭാഷ പൂർണ്ണമായിട്ട് കയ്യിലേക്ക് വരുന്നില്ല എന്നുള്ളത്. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഏതാണ് മലയാള ഭാഷ എന്നുള്ളതാണ്. നമ്മള് ഇന്നതാണ് മലയാള ഭാഷ എന്നുള്ള ഒരു നിർവചനവും എവിടെയും ഇല്ല. കണ്ണൂര് ഉള്ള സംസാരിക്കുന്ന ഭാഷ മലയാള ഭാഷയാണ്. കാസർഗോഡ് സംസാരിക്കുന്നത് മലയാള ഭാഷയാണ്. തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത് മലയാള ഭാഷയാണ്. അവനവൻ സംസാരിക്കുന്നതാണ് അവനവന്റെ ഭാഷ എന്ന് പറയുന്നത് അല്ലേ. അപ്പോ ഇവിടെ ചോദിച്ചൊരു ചോദ്യം ഭാഷാശാസ്ത്ര പഠനം
പഠനത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഭാഷാശാസ്ത്ര പഠനം എന്നുള്ളത് തന്നെ പലവിധ ഭാഷയെ പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോ നമ്മള് കഥയിലേക്ക് നമ്മുടെ അവനവന്റെ ഭാഷ കൊണ്ടുവരുന്നത് അവനവന്റെ സ്വത്വത്തെ രേഖപ്പെടുത്തുന്നത് കൂടിയാണ്. അവനവന്റെ സ്വത്വം അടയാളപ്പെടുത്തുക കൂടിയാണ് ഭാഷ കൊണ്ടുവരുന്നതിലേക്ക് നമ്മള് ചെയ്യുന്നത്. അതങ്ങനെ തന്നെ തുടരണം എന്നാണ്. അത് ഭാഷാശാസ്ത്ര പഠനത്തെ ഏത് വിധത്തിൽ ബാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് ബാധിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതത് നാട്ടിലേക്കുള്ള ഭാഷ കൊണ്ടുവരുവാണെങ്കിൽ അതത് നാട്ടുഭാഷയെ കൂടി നമ്മള് മലയാള ഭാഷയായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് അംഗീകരിക്കുക തന്നെ വേണം. ഇന്നത് മാത്രമാണ് മലയാള ഭാഷ അല്ലെങ്കിൽ അച്ചടി ഭാഷ മാത്രമാണ് നമ്മുടെ ഭാഷ എന്നുള്ള ഒരു ചട്ടക്കൂട് ഒരിക്കലും ഉണ്ടാവരുത്. അത് പൊട്ടിച്ചു. ഇനി അത് പൊട്ടിക്കുക എന്നുള്ളൊരു വാക്കിന് അവിടെ പ്രസക്തി ഇല്ല. അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ മലയാള എഴുത്തുകാർ പൊട്ടിച്ച് എറിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. മലയാള ഭാഷയ്ക്ക് ചട്ടക്കൂടില്ല. മലയാള ഭാഷ എന്നുള്ളത് കേരളത്തില് ഏറ്റവും തെക്കേ അറ്റത്ത് നിന്ന് സംസാരിക്കുന്നവൻ മുതൽ ഏറ്റവും വടക്കേ അറ്റത്ത് നിന്ന് സംസാരിക്കുന്നവര് വരെയുള്ള ഭാഷ തന്നെയാണ് മലയാള ഭാഷ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അത് പോസിറ്റീവായ തരത്തിൽ മാത്രമേ ഭാഷാശാസ്ത്ര പഠനത്തെ ബാധിക്കൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു മാം. മാം, വേറൊരു ചോദ്യോടെ ശ്രീകുട്ടിയാണ് ചോദിച്ചേക്കുന്നത്. അരാഷ്ട്രീയവാദം ഏറെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് കഥകൾ വഴി നമുക്ക് അവയെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാനും പ്രതിരോധിക്കാനും കഴിയുമെന്ന് കരുതുന്നുണ്ടോ? കരൂരിൻ്റെ ഉതുപ്പിൻ്റെ കിണർ പോലെയുള്ള കഥകൾ സമൂഹത്തിൻ്റെ നന്മകളെ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം അതിൻ്റെ ജീർണതകളെ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പരിചിതമില്ലാത്ത സാഹചര്യങ്ങളെ എങ്ങനെ കുട്ടികൾക്ക് കണക്റ്റാക്കാൻ കഴിയുമെന്നാണ് മാമിന് തോന്നുന്നത്? അതിലേറ്റവും രസമായിട്ടുള്ള ഒരു ഉത്തരം പറയട്ടെ. അതായത് നമ്മള് പണ്ട് ഈ പറഞ്ഞതുപോലെ ഉതുപ്പാന്റെ കിണർ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് കഥകള് വായിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറയുന്നത് നമുക്ക് വേറെ കാര്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ ചരിത്രം അറിയാൻ മറ്റു മാർഗങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. വായന മാത്രമേ ഉള്ളൂ. നമ്മള് പുസ്തകങ്ങൾ വായിക്കുന്നു. മതിലുകൾ വായിക്കുന്ന സമയത്ത് നമ്മൾ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ കാരൂരിന്റെയും ഉറൂബിന്റെയും ഒക്കെ കഥകൾ വായിക്കുന്ന സമയത്ത് അന്നത്തെ ദാരിദ്ര്യാവസ്ഥയും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തകഴിയുടെ കഥകൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാധവിക്കുട്ടിയെ വായിക്കുന്ന സമയത്ത് സ്ത്രീ എന്നുള്ള നിലയിൽ, പെൺകുട്ടി എന്നുള്ള നിലയിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് പല വിധത്തിലുള്ള മനുഷ്യാവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയാവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികള് ഒരിക്കലും ഒരു കഥ വായിച്ചിട്ടൊന്നും രാഷ്ട്രീയാവസ്ഥ മനസ്സിലാക്കാനൊന്നും അവർക്ക് അതിന് വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അവർക്ക് മൊബൈലിൽ എല്ലാം ഉണ്ട്. നമ്മളെക്കാളും അപ്ഡേറ്റഡ് ആണ് ഇന്ന് വളർന്നു വരുന്ന കുട്ടികള്. ഞാനിപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഞാനൊക്കെ ശരിക്കും അവരുടെ മുന്നില് ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത ഒരാളാണ്. അത്രയും ഡെയിലി മാറ്റേഴ്സ് അവർ അറിയുന്നത് പുസ്തകം വായിച്ചിട്ടല്ല. അവരിതൊക്കെ മനസ്സിലാക്കുന്നത് അവരുടെ കയ്യിലുള്ള മൊബൈലിൽ നിന്നാണ്. അല്ലെങ്കിൽ അവർക്ക് നമ്മളൊരു 3 അക്ഷരം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയില് കഥയിലൂടെ രാഷ്ട്രീയം പറയുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു വരേണ്ടുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ നേരത്തെ ഞാൻ ഭീമച്ചനെ പറ്റിയിട്ട് പറഞ്ഞു. ഭീമച്ചൻ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരിക്കലും ആ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല ആ കഥ എഴുതിയിട്ടുള്ളത്. ആ കഥ എഴുതിയപ്പോ ആ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തരത്തില് രാഷ്ട്രീയ അവസ്ഥ വെളിപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. അപ്പോ അങ്ങനെ എഴുതുന്നവരുണ്ട്. രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ 1-2 കഥയെഴുത്തുകാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഥ എഴുതാനിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഒരു രാഷ്ട്രീയ ശരിയാണ് എന്നുള്ളതൊക്കെ. ഞാനൊരിക്കലും അങ്ങനെ ഒരു കഥ എഴുതുന്ന ഒരാളല്ല. പിന്നെ ഏതൊരു വ്യക്തിക്കും അവനവന്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അത് എഴുത്തുകാരനും വായനക്കാരനും എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മള് നമ്മുടേതായിട്ടുള്ള ഇപ്പൊ ഞാനെന്ന വ്യക്തി ഒരു കഥ എഴുതുമ്പോ ഒരുപക്ഷെ എന്റെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ
അഭിപ്രായം ആ കഥയിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറി വരും. അങ്ങനെ അല്ലാതെ നമ്മള് കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കഥ എഴുതുക, അല്ലെങ്കിൽ ദാരിദ്ര്യം കാണിക്കുന്ന ഒരു കഥ എഴുതുക, അല്ലെങ്കിൽ മനുഷ്യാവസ്ഥകളെ കാണിക്കുന്ന ഒരു കഥ എഴുതുക എന്നുള്ളത് കുറച്ച് മണ്ടത്തരമായിട്ടുള്ളൊരു എഴുത്താവില്ലേ എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ കുട്ടികൾ അങ്ങനെ കഥകൾ വായിച്ചിട്ട് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ നിൽക്കുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം. ഓക്കെ മാം. ഹലോ. കേൾക്കാം. എന്റെ പേര് അമൃത എന്നാണ്. ഞാൻ KUCT കുന്നം കോളേജിൽ തന്നെ വിദ്യാർത്ഥിനിയാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിലും, പ്രത്യേകിച്ച് സാഹിത്യ സൃഷ്ടികളിലൊക്കെ സമൂഹം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരുത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. അപ്പോ ഇങ്ങനെ പരപ്രേരണയാൽ എഴുത്തുകാരൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവരാൻ ശ്രമിച്ചാല് ഒരു കഥാപാത്രത്തെ ഉദ്ദേശിച്ച രീതിയിൽ പോർട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ പോർട്രേറ്റ് ചെയ്യുന്ന രീതി തന്നെ മാറിപ്പോകില്ലേ? ഇത്തരത്തില് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എഴുത്തുകാരന്റെ സൃഷ്ടിയെ ബാധിക്കുന്നുണ്ടോ? അഥവാ എന്താണ്, സമൂഹത്തിന്റെ വിമർശനത്തെ ഭയന്നിട്ടുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരുത്തിയിട്ടുള്ള സൃഷ്ടികള് എഴുത്തുകാരന്റെ ഒരു പരിമിതിയാകില്ലേ? മാമിന്റെ അഭിപ്രായം? നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. വളരെ വളരെ പ്രശ്നമായിട്ടുള്ള രീതിയിൽ അത് ബാധിക്കാറുണ്ട്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള ഒരു പദം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇങ്ങനെ ഇപ്പോ എന്റെ കഥേനെ ചൂണ്ടിക്കാട്ടിയിട്ട് തന്നെ എനിക്ക് എന്റെ 1-2 കഥകളെ മാത്രം ഞാനങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് കഥ എഴുതണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളല്ല. പക്ഷെ എഴുതി വരുമ്പോൾ ഒരു പക്ഷെ ചില കഥകളിൽ മാത്രമായിരിക്കാം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ സോ കോൾഡ് സൊസൈറ്റി പറയുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ഒരാളെ പറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തില് നമ്മള് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കുക എന്നുള്ളത്, സമൂഹം, നമ്മുടെ സൊസൈറ്റി പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. നമ്മൾ എഴുതുന്നത് നമ്മുടെ ആത്മകഥയല്ല. നമ്മൾ എഴുതുന്നത് നമ്മുടെ ആത്മകഥയാണെങ്കിൽ ഓക്കെ, നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആത്മകഥ എഴുതും. പക്ഷെ നമ്മൾ എഴുതുന്നത് മറ്റൊരു സൊസൈറ്റിയുടെ കഥയാണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയുടെ കഥയാണ്. നമ്മുടെ സൊസൈറ്റി പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത നിലയ്ക്ക്, നമ്മുടെ സൊസൈറ്റിയിൽ ആരാണ് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത്? ഒരുപക്ഷെ കേവലം ഒരു 10% ആൾക്കാർ മാത്രമായിരിക്കും പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു 90% പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ നിന്ന് കഥ എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കഥയിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരും, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സംഭാഷണങ്ങൾ വരും, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ വരും. അത് ഈ പൊളിറ്റിക്കലി കറക്റ്റ് എന്നുള്ള വാദം ശരിക്കും കഥേനെ ഇല്ലാണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സത്യസന്ധന്മാരായിട്ടുള്ള ആൾക്കാര് മാത്രം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കഥ എഴുതാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയിരിക്കണം. നമ്മുടെ സൊസൈറ്റി അങ്ങനെ മാറിക്കഴിയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കഥ എഴുതാം. പിന്നെ അതിലിപ്പോ എനിക്ക് എന്റെ കാര്യം മാത്രമാണ് പറയാൻ പറ്റുന്നത്, മറ്റുള്ള എഴുത്തുകാരുടെ കാര്യം എനിക്ക് അറിയില്ല. ഞാൻ അതിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോഡി ഷെയ്മിങ് വരാതിരിക്കുക. ഇപ്പൊ നിറത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീര പ്രകൃതിയുടെ പേരിൽ ഒരു ബോഡി ഷെയ്മിങ് അതിലേക്ക് കൊണ്ടുവരുത്താതിരിക്കുക. അത്തരം ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു കഥ എഴുതാതിരിക്കുക. ജാതി വെച്ചിട്ട്, അതായത് ജാതീയത വെച്ചിട്ടൊരു കഥ എഴുതുക. ആ കഥയിലേക്ക് മനഃപൂർവ്വം ഒരു താഴ്ന്ന ജാതിക്കാരനെ അല്ലെങ്കിൽ ആ രീതിയിലൊരു ക്യാരക്ടറിനെ കൊണ്ടുവരാതിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്മള് അതില് അതേ സമയം തന്നെ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരിക്കലും പണ്ട് നമ്മൾ കുറേ കഥകൾ വായിച്ചിട്ടുള്ളത് വേശ്യകളെ വെച്ചിട്ടൊക്കെ കുറെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കഥ എഴുതാൻ മുതിരരുത്. കാരണം ഇന്ന് വേശ്യ എന്ന് പറയുന്ന ഒരു പദം ഇല്ല. ഇന്ന് അതൊരു തൊഴിലാണ്, ലൈംഗിക തൊഴിലാളി എന്നുള്ള ഒരു കൂട്ടരാണത്. സമൂഹത്തിൽ വളരെ തന്റേടമായിട്ട് അവരവരുടെ ജോലി, അവർക്ക് ഏത് ജോലിയിലാണോ അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് ആ ജോലി തിരഞ്ഞെടുത്തിട്ട്
ഏറ്റവും മര്യാദയായിട്ട് ജോലി ചെയ്യുന്ന ഒരു കൂട്ടരാണ് അവര്, അല്ലെ? അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ വേശ്യ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ എഴുതരുത്. അതുപോലെ തന്നെയാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, എന്തോ ഒരു കാര്യം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഈ സെയിം കാര്യം പറഞ്ഞപ്പോ. നമ്മൾ ഇന്നത്തെ സൊസൈറ്റി എന്താണോ എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് വേണം നമ്മൾ കഥ എഴുതാൻ. ഇന്ന് സൊസൈറ്റിയിൽ വേശ്യകളില്ല, ഇന്നുള്ളത് ലൈംഗിക തൊഴിലാളികളാണ്. അവരുടെ തൊഴിലിനെ അവിടെ നമ്മൾ ഏറ്റവും 100% ആത്മാർത്ഥമായിട്ട് ആ തൊഴിലിനെ കാണുകയാണ് വേണ്ടത്. അല്ലാതെ അതൊരു കുറ്റമായിട്ട്, അതൊരു വലിയ തെറ്റായിട്ട് അതിനെ വേശ്യ എന്നൊക്കെ വിളിച്ചിട്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ ഇരുന്നിട്ട് ഒരിക്കലും നമുക്ക് കഥ എഴുതാൻ പറ്റില്ല. അതുപോലെയാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഏറ്റവും നമ്മുടെ ഭരണഘടന വരെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവിധ നീതിന്യായ വ്യവസ്ഥകളും അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെയുള്ള ആൾക്കാരെ കളിയാക്കിയിട്ട് ഒരു കഥ എഴുതാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് പറ്റില്ല. നമുക്ക് എഴുതാം, ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഒരു ജെൻഡർ താല്പര്യം, ഇപ്പൊ ഒരു പക്ഷെ സ്ത്രീ ആയിട്ടുള്ള ഒരാള് തീർത്തും മറ്റേ ഒരു സെക്ഷുവാലിറ്റി ആളുടെ വ്യത്യസ്തമായിരിക്കാം. അപ്പൊ അത്തരം ഒരു വ്യത്യസ്ത സെക്ഷുവാലിറ്റിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് നമുക്ക് കഥ എഴുതാം. പക്ഷെ ഒരിക്കലും അവരെ അപമാനിക്കുന്ന തരത്തില്, പണ്ടുള്ള ചില കഥകളിൽ നമ്മൾ വായിച്ചതുപോലെ അവരെ അപമാനിക്കുന്ന തരത്തിൽ കഥ എഴുതാൻ നമുക്ക് പറ്റില്ല. അതായത് നമ്മുടെ സൊസൈറ്റി ഏതൊക്കെ കാര്യത്തില് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുണ്ടോ ആ കാര്യം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ നമ്മുടെ സൊസൈറ്റി വളരെ കുറച്ചുപേര് മാത്രമാണെങ്കിലും പൊതുസ്ഥലത്ത് നിന്ന് ഇങ്ങനെയൊക്കെ പറയാൻ കുറച്ച് ആൾക്കാർ മടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു തരത്തില് പൊളിറ്റിക്കലി കറക്റ്റ് എന്നുള്ള തരത്തിലേക്ക് വന്നിട്ടുള്ള 1-2 ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ലൈംഗിക തൊഴിലാളികളും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ. അപ്പൊ അവരെയൊക്കെ നമ്മൾ മനുഷ്യരായിട്ട് തന്നെ പരിഗണിക്കണം. ഒരിക്കലും അവരെ ഒരു കഥാപാത്രമായിട്ട് അവരെ മാത്രം വെച്ചിട്ട് ഒരു കഥ എഴുതാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് മുതിരാൻ പറ്റില്ല. എന്നാൽ നേരെ മറിച്ച് ഇന്നത്തെ സൊസൈറ്റിയിലും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കൊലപാതകികളുണ്ട്, കവർച്ചക്കാരുണ്ട്. ഇന്നത്തെ സൊസൈറ്റിയിലും അവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെ നമ്മൾ കഥയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ സൊസൈറ്റി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കഥയിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്ക് യു മാം. മറ്റൊരു ചോദ്യമാണ്, ശ്വേതയാണ് ചോദിച്ചേക്കുന്നത്. കഥകളിലും നോവലുകളിലും ഒരു സന്ദർഭത്തെപ്പറ്റി കഥാകൃത്ത് കൂടുതലായി വിവരിക്കാതെ ആ ആശയത്തെ ആഖ്യാനങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ ആഖ്യാനത്തിൻ്റെ അർത്ഥം എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കണം എന്നുള്ളത്. ഇത്തരത്തിൽ വായനക്കാരൻ തന്നെ സന്ദർഭത്തിൽ ആഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോൾ ആ കഥയുടെയും നോവലിൻ്റെയും സൗന്ദര്യം കൂടി വരുന്നതായി കാണാം. മാമിന് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് പറയാമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം തന്നെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് ഏറ്റവും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മടുക്കും. പക്ഷെ വല്ലപ്പോഴും ഒരിക്കലും അങ്ങനെയുള്ള ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ കിട്ടുവാണെങ്കിൽ നമുക്ക് മടുക്കില്ല. ആ സെയിം കാര്യമാണ് ഈ വിവരണാത്മകമായിട്ടുള്ള നോവലുകള്, കഥകള് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പിന്നെ അതില് ഒരു കാര്യം എന്നുള്ളത്, നമ്മളിപ്പോ ഒരു നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആചാരത്തിനെ പറ്റിയിട്ട്, ഇപ്പോ തെയ്യം എന്നുള്ളത് ഞങ്ങൾ കണ്ണൂരും കാസർഗോഡും 2 ജില്ലകളിലും മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷെ ഞങ്ങള് ഇവിടെയുള്ളവര് തെയ്യത്തിനെ പറ്റിയിട്ട് എഴുതുമ്പോൾ വളരെ വിവരണാത്മകമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെയുള്ള വായനക്കാർക്ക് അത് ദഹിക്കില്ല. എന്നാൽ നേരെ മറിച്ച് പുറത്തോട്ടുള്ള വായനക്കാർക്ക് ഒരു പക്ഷെ അത് കുറച്ചധികം സൗകര്യപ്രദമായിട്ട് തോന്നും. ഇനി അങ്ങനെയല്ല, ഈ പറയുന്നത് പോലെ വിവരണാത്മകമില്ല, അവർ ഊഹിച്ചെടുത്തോട്ടെ അല്ലെങ്കിൽ അവര് റിസർച്ച് ചെയ്തെടുത്തോട്ടെ എന്നുള്ള തരത്തിൽ നമ്മൾ സ്പൂൺ ഫീഡിങ് കൊടുക്കാതെ എഴുതുവാണെങ്കിൽ അതിനെ റിസർച്ച് ചെയ്തെടുക്കുന്ന വായനക്കാരും ഉണ്ടായിരിക്കും. അത് വായനയുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ വായനക്കാരന്റെ ഒരു സ്വാതന്ത്ര്യത്തിന് മുകളിലേക്ക് ഉള്ള കടന്നുകയറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം അതിന് തരാൻ പറ്റില്ല. കാരണം അത് തീർച്ചയായിട്ടും എഴുത്തുകാരുടെ ഒരു സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഒരു ഇഷ്ടമാണ് എന്നുള്ള തരത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിവരിക്കണോ വേണ്ടയോ എന്നുള്ളതും
വായനക്കാർക്ക് വിട്ടുകൊടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ടും എഴുത്തുകാരന്റെ ഒരു തീരുമാനമായിട്ടാണ്, അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു മാം. ഹലോ മാം, പറഞ്ഞോളൂ. എൻ്റെ പേര് പാർവതി. ഞാൻ KUCT കുന്നത്ത് തന്നെ ഒരു വിദ്യാർത്ഥിനിയാണ്. മാം, ഈ സിലബസ് തയ്യാറാക്കുന്നവർക്ക് പലപ്പോഴും പുത്തൻ കഥകൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു വിമുഖത ഉള്ളതുപോലെ തോന്നാറുണ്ട്. അപ്പം പുതിയ എഴുത്തുകളെ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുമോ? മാമിന് ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? പുതിയ എഴുത്തുകളെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്, അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. ഇപ്പോ ഞാനടക്കമുള്ള എൻ്റെ സമകാലീനരായിട്ടുള്ള എഴുത്തുകാര് ഞങ്ങളെല്ലാവരും തന്നെ വ്യക്തിപരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നവരും പല പരിപാടികളിലും ഒന്നിച്ച് 2-3 ദിവസം ഒന്നിച്ചുണ്ടാവുന്നവരുമാണ്. അപ്പോ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ വലിയൊരു വേദിയില് വലിയൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൊക്കെ ആണെങ്കിൽ അവിടെ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന എഴുത്തുകാരൻ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള, ഇപ്പൊ ഇന്നലെ വന്നിട്ടുള്ള ഏറ്റവും മികച്ച കഥ എഴുതിയിട്ട് ഇന്നലെ വന്നിട്ടുള്ള എഴുത്തുകാർ വരെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പുതിയ എഴുത്തുകാരെ തീർത്തും അവഗണിക്കുന്ന തരത്തിലുള്ള ചില സീനിയർ എഴുത്തുകാരെയും നിരൂപകരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോ എല്ലാ പ്രൊഫഷനിലും ഉണ്ടല്ലോ, സിനിമയില് ഉണ്ട്. അതുപോലെ എല്ലാ പ്രൊഫഷനിലും ഉള്ള ഈഗോയും കാര്യങ്ങളും തന്നെ മലയാള സാഹിത്യത്തിലും ഉണ്ട്. അത് 100% ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിൽ പോലും ഞങ്ങളോടൊക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ കഥകൾ വായിച്ച് അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞ് ഞങ്ങളെ എഴുത്തുകാരായിട്ട് തന്നെ അംഗീകരിക്കുന്ന സീനിയർ എഴുത്തുകാരും ഉണ്ട്. അതേസമയം തന്നെ ഒട്ടും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു ലോബിയും ഉണ്ട്. അത് ലോബി എന്ന് തന്നെ വിളിക്കണം. മലയാള സാഹിത്യത്തിൽ അങ്ങനെ ഒരു ലോബി ഉണ്ട്, ഒട്ടും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത, എല്ലാത്തിനെയും വിമർശനാത്മകമായിട്ട് മാത്രം എടുക്കുന്ന ഒരു ലോബി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമാണ് ഈ പുതിയ കഥകൾ വരുന്നതിനോട് എതിർപ്പ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് പണ്ടത്തെ കഥകൾ തന്നെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഇനി വരുന്ന ആൾക്കാർക്കും ഇപ്പോ നമ്മൾ പണ്ട് പഠിക്കുന്ന കഥകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഏറ്റവും ഷോർട്ടായിട്ടുള്ള കഥകളും കാര്യങ്ങളും അല്ലെ. ഒരുപക്ഷെ ഇന്നത്തെ കഥകളെക്കാളും വളരെ മികച്ച ശില്പഭദ്രതയും കൈയടക്കവും ഒക്കെ അതിലേക്ക് ഉണ്ടായിരിക്കാം. ഫാക്റ്റ് ആണത്, തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ വായിക്കുന്ന കഥകളുടെ സ്വഭാവമല്ല നമ്മൾ പണ്ട് എഴുതിയിട്ടുള്ള ഏറ്റവും മലയാളത്തിലെ ദ ക്ലാസിക് സ്റ്റോറീസ് എന്ന് പറയാവുന്ന കഥകളിലുള്ളത്. അത് എക്കാലവും ക്ലാസിക് തന്നെയാണ്. പക്ഷെ ആ കഥകളെ വച്ചിട്ട് നമ്മൾ സാഹിത്യ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ പിന്നീട് പഠനമൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന, നമുക്ക് വായിക്കാൻ കിട്ടുന്ന കഥകൾ ആ കഥകൾ പോലുള്ള കഥകളായിരിക്കില്ല. അപ്പോ അവിടെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ കഥകള് പുതിയ കുട്ടികൾ പഠിക്കുക തന്നെ വേണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അക്കൂട്ടത്തിൽ പക്ഷെ പഴയ കഥകളെ, ദ ക്ലാസിക്സ് എന്ന് പറയാവുന്ന കഥകളെയും നമ്മൾ പഠിക്കണം. അതായത് ഇപ്പോ ഒരു സൈബർ വായനയുടെ കാലം കൂടിയാണ്. ഇപ്പോ റാം കെയർ ഓഫ് ആനന്ദി പോലുള്ള പുസ്തകങ്ങള് എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. പക്ഷെ അതില് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വായിക്കുന്നവരൊന്നും മലയാളത്തിൽ ഒരു പക്ഷെ ഏറ്റവും മികച്ച റാം കെയർ ഓഫ് ആനന്ദി അതിന്റെ എഴുത്തുകാരൻ തന്നെ പലയിടത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊരു സിനിമാറ്റിക് നോവലാണ് എന്നുള്ളത്. പക്ഷെ ഇന്ന് വായിക്കുന്ന കുട്ടികളിൽ എത്ര പേരാണ് അതൊരു സിനിമാറ്റിക് നോവലാണ് എന്ന് തിരിച്ചറിഞ്ഞ് വായിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. സിനിമാറ്റിക് നോവലിനെ സിനിമാറ്റിക് നോവലായിട്ടും ക്ലാസിക് നോവലിനെ ക്ലാസിക് നോവലായിട്ടും തന്നെ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള എഴുത്തുകളെ വായിക്കാൻ പറ്റൂ. അപ്പോ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അത് പറഞ്ഞത് മാതിരി പുതിയ എഴുത്തുകാരെ കൊണ്ടുവരുന്നതില് കാണിക്കുന്ന ഒരു സീനിയർ എഴുത്തുകാരും സീനിയർ വിമർശകരും ഒക്കെ കാണിക്കുന്ന ഒരു അസഹിഷ്ണുത എന്ന് പറയുന്നത് അത് അവരുടേതായിട്ടുള്ള എല്ലാ മനുഷ്യരിലും ഉണ്ടാവുന്ന ഈഗോയിലെയും സീനിയോറിറ്റി കോംപ്ലക്സിന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. പുതിയ സിലബസുകള് പുതിയ പുസ്തകങ്ങളെ എടുക്കുന്നു, സിലബസുകളിലേക്ക് മാറ്റം വരുത്തുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുതുതായിട്ട് എഴുതി തുടങ്ങുന്ന ആർക്കും ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അതായത് ഒരുപക്ഷെ നമ്മളുടെ കൂടെ ഇപ്പൊ എന്റെയൊക്കെ കൂടെ ഇരുന്നും സംസാരിച്ചും
ഭക്ഷണം കഴിച്ചും ഒക്കെയുള്ള ആൾക്കാരെയാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇന്നത്തെ കാലത്ത് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് എനിക്കൊരു പ്രതീക്ഷയാണ്. ഒരു പക്ഷെ നാളെ എൻ്റെ ഒരു കഥയും പഠിക്കാൻ എടുത്തേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പുതിയ എഴുത്തുകാർക്ക് കിട്ടുന്നത്. 100% അതിനെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിഷമം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ ഉണ്ടാവുന്ന സീനിയോറിറ്റി കോംപ്ലക്സും ഈഗോയും തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു മാം. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്നതിനായി ഡിഫെ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ശ്രീ അഭിജിത്തിനെ ക്ഷണിക്കുന്നു. നമസ്കാരം മാഡം, കേൾക്കുന്നുണ്ടോ? ജെറ്റ്ലി കേൾക്കാം, പറഞ്ഞു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള യുവ എഴുത്തുകാരിയും കൂടിയായ ജിൻഷ ഗംഗ, നമ്മുടെ പ്രിൻസിപ്പൽ, നമ്മുടെ വിദ്യാർത്ഥികൾ, ഈ പ്രോഗ്രാം ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും നമസ്കാരം. ഇന്നത്തെ ഈ എന്താ പറയാ, നമ്മുടെ ഈ ടോപ്പിക് തന്നെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. കാരണം കാലം മാറി, ജീവിതം മാറി, ജീവിത ശൈലി മാറി, ചിന്ത മാറി, കാഴ്ചപ്പാട് മാറി, അങ്ങനെ ലോകം മുഴുവൻ മാറി. ഇതോടൊപ്പം മനസ്സും മാറി, എഴുത്തും മാറി, വായനയും മാറി, കഥയും ആഖ്യാനവും വരെ മാറി. ആഖ്യാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു, പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നരേറ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ആഖ്യാനവും വരെ മാറി. സോ therein new stories and narratives have evolved with this evolving world. ലോകത്തോടൊപ്പം തന്നെ കഥയും നറേറ്റീവ്സും ആഖ്യാനവും വരെ മാറിയിട്ടുണ്ട്. അത് മനസ്സിനെ വളച്ചൊടിക്കുന്ന സയൻസ് ഫിക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ സാമൂഹിക വ്യാഖ്യാനത്തിലൂടെയോ ആകട്ടെ, ഈ ആഖ്യാനങ്ങൾ നമ്മുടെ ലോകത്തിന് ഒരു കണ്ണാടി ഉയർത്തി ചോദ്യം ചെയ്യാനും സ്വപ്നം കാണാനും സഹാനുഭൂതി കാണിക്കാനും നമ്മെ ക്ഷണിക്കുന്നു. ഈ വിഷയത്തില് നമ്മളോടൊപ്പം ഇന്ന് പങ്കുചേർന്ന് അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച് നമ്മളോടൊപ്പം നമ്മളുടെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ഉത്തരം നൽകിയ യുവ എഴുത്തുകാരിയും കൂടിയായ ശ്രീ മാഡം ജിൻഷ ഗംഗയ്ക്കുള്ള എല്ലാ കുന്നം കോളേജിന്റെയും ഡിഫെ കോളേജ് യൂണിയന്റെയും KFL പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിന്റെയും കമ്മിറ്റിയുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ മാമിനോട് അറിയിച്ചു കൊള്ളുന്നു. നന്ദി മാഡം. ഒപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ടീച്ചറും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഇത്ര ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും നമുക്ക് ഇവരുമായിട്ടൊക്കെ ഒന്ന് സഹകരിക്കാൻ, ഇവരുമായിട്ട് ഒന്ന് സംസാരിക്കാനൊക്കെയുള്ള ഒരു വേദി നമുക്ക് കിട്ടുമായിരുന്നോ എന്ന് സംശയമാണ്. നന്ദിയുണ്ട് ടീച്ചർ. ആൻഡ് ലെറ്റ് മീ താങ്ക് ഓൾ ദി കോർഡിനേറ്റേഴ്സ്, ദി സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ്, ദി സ്റ്റുഡൻസ് ഓഫ് കുന്നം കോളേജ് as well as കുന്നം KUCT college, as well as all the student members who are right now in this event, and other staff members, non-faculty members, teaching members and non-teaching members. എല്ലാവരോടും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. On behalf of Kerala University College of Teacher Education, Kunnam, and Kerala Kunnam Festival of Letters KFL 51-ന്റെ വേണ്ടി ഞാൻ എല്ലാവിധ കടപ്പാടും നന്ദിയും ഇതോടുകൂടി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.